ഓക്കെ. ശരി. എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി എന്ന് പറയുന്ന മഹത്തായ ഈ കൃതിയുടെ ഒരു പഠനം, ആസ്വാദനം, അല്ലെങ്കിൽ അതിലൂടെയുള്ള യാത്രാ തപസ്യ, എന്താണ് ഇതിനെ വിളിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഓരോ തവണയും ഓരോ തരത്തിലുള്ള അനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു കൃതിയാണ് സൗന്ദര്യലഹരി. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, 100 ശ്ലോകങ്ങളുണ്ട്. 100 ശ്ലോകങ്ങളും 100 അനുഭവത്തെ ഒരാൾക്ക് പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. ഓരോ സാധനയും അതിൽ ഫലശ്രുതി പറഞ്ഞിട്ടുണ്ട്. ആ ഫലശ്രുതി അനുസരിച്ചാണ് നമ്മൾ ചില സാധനകൾ ചെയ്യുക. ഇപ്പം കഴിഞ്ഞ തവണ ഞാൻ ധനം എന്ന് പറയുന്നൊരു കാര്യം ജീവിതത്തിൽ ഉണ്ടാവാൻ വേണ്ടി സാധന ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ വെളിച്ചൻ സാധന ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ധനം ഉണ്ടായി. പക്ഷെ ഞാൻ ആ സാധന പിന്നീട് ചെയ്തു നോക്കി. ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് ചെയ്തു നോക്കി. അതിൻ്റെ അനുഭവം ഞാൻ ആ ശ്ലോകം എടുക്കുന്ന സമയത്ത് പറയാം. ഭവാനിത്വം ദാസേ എന്ന് പറയുന്ന ആ ശ്ലോകം എടുക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇതിൽ സൗന്ദര്യലഹരി ഉപാസനാക്രമത്തിന് ഋതംബരെ വന്നിട്ടുള്ളവരാണെങ്കിൽ അവരോട് ഞാൻ കുറച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അത് ജീവിതത്തിൽ വലിയൊരു പുതിയ പേഴ്സ്പെക്റ്റീവ് തരുന്നതാണ്. സാധന എന്താണ് ഒരു മനുഷ്യന് തരുന്നത്? സാധന ഒരു കാഴ്ചപ്പാടാണ് തരുന്നത്. നമുക്കൊരു കാര്യത്തെ നോക്കിക്കാണാനുള്ള കാഴ്ചപ്പാടുണ്ട്. പലതരത്തിലുള്ള കാഴ്ചപ്പാടുള്ള ആളുകളാണ് നമ്മൾ. ജീവിതത്തിൽ എന്താണ് തത്വചിന്തയുടെ പ്രാധാന്യം, ജീവിതത്തിൽ എന്താണ് ആത്മീയതയുടെ പ്രാധാന്യം എന്നൊക്കെ നോക്കുമ്പോൾ ജീവിതത്തിൽ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ധ്യാനിക്കുന്നത് എന്തിന് എന്നൊരു ചോദ്യം, അങ്ങനൊരു ചോദ്യം, അല്ലെങ്കിൽ സാധന ചെയ്യുന്നത് എന്തിന്, ധ്യാനിക്കുന്നത് എന്തിന് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും ഉത്തരം പറയാറുള്ളത് സമാധാനം ലഭിക്കാൻ, സമാധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ശാന്തത, ഉള്ളിൽ ശാന്തി അനുഭവിക്കാൻ വേണ്ടിയാണ് സാധന ചെയ്യുന്നത്. അൾട്ടിമേറ്റ് ആയിട്ട് ഒരു വിശ്രാന്തി ഒരു മനുഷ്യൻ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ സാധനാ മാർഗത്തിലേക്ക് തിരിയുക, ആത്മീയതയിലേക്കൊക്കെ തിരിയുക. എന്തുകൊണ്ട്? ഏജ് കൂടുന്നതിനനുസരിച്ച് ആത്മീയതയുടെ പ്രഭാവം കൂടി വരുന്നു. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലേ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് നമുക്ക് ചെറിയ പ്രായത്തിലൊന്നും ഇത്ര ഭക്തി ഉണ്ടാവില്ല. കുറച്ച് പ്രായം കൂടി വരുമ്പം ഭക്തി കൂടി 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 വരും. അതെന്തായിരിക്കും എൻ്റെ കാരണം? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഭക്തി പ്രായമാകുമ്പോൾ ആണ് വേണ്ടത് എന്നുള്ളതാണോ? അതോ പ്രായമാകുമ്പോഴേ ഇതിലുള്ള മെച്യൂരിറ്റി വരാം? നമ്മൾ അതിന് പല ന്യായങ്ങളും പറയും. മെച്യൂരിറ്റി, ഭക്തി ഉണ്ടാവാനുള്ള മെച്യൂരിറ്റി ഉണ്ടാവേണ്ടേ? അങ്ങനെ മെച്യൂരിറ്റി ഒന്നുമില്ല. ഭക്തി പ്രായം കൂടുമ്പോൾ വരുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇൻസെക്യൂരിറ്റീസ് കൂടി വരുന്നു എന്നുള്ളതാണ്. ഇൻസെക്യൂരിറ്റീസ് കൂടി വരുന്നു. പലതരത്തിലുള്ള ചിന്തകൾ പലതരത്തിലായിട്ട് കൂടി 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 വരുന്നതിൻ്റെ ഒരു ഘട്ടം നമ്മൾ നിഷേധിക്കും അതിനെ. പക്ഷെ എന്നാൽ പോലും അകമേ പലതരത്തിലുള്ള ആശങ്കകളും, പരിഹരിക്കാൻ പറ്റാത്ത ആശങ്ക, അതായത് ഒരാളോട് പറഞ്ഞ് പരിഹരിക്കാൻ പറ്റാത്ത ആശങ്കകൾ എന്ന് വെച്ചാൽ ചുറ്റുമുള്ള ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ചില ആശങ്കകൾ. ആരോട് പറഞ്ഞാലും ഈ ആശങ്കകൾക്ക് പരിഹാരമില്ല. പറയാൻ ഒരാളുള്ളൂ, ഭഗവാൻ. ഭഗവാന് മാത്രമേ ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ എന്നൊരു തിരിച്ചറിവുണ്ടാവും. ആ സമയത്ത് നമുക്ക് മനസ്സിലാവും, ശരിയാണ്, ഈ സമയത്ത് നമുക്ക് ആപതിക്കും കരണീയം എന്നുള്ള ചോദ്യത്തിൽ പറഞ്ഞതുപോലെ അമ്മയുടെ കാല് പിടിക്കുക എന്നുള്ളത് തന്നെ മാർഗമുള്ളൂ. ഞാനിന്ന് വരുന്ന വഴി, ഞാൻ ഒരു യാത്രയിലായിരുന്നു, വരുന്ന വഴി ഞാൻ എൻ്റെ സുഹൃത്തിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകസ്മികമായിട്ട് പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ വാതിലിൻ്റെ പുറകിൽ ഒട്ടിച്ചിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അതിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ സാധനയെക്കുറിച്ച് പറയുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം കൂടിയാണ്. ആ ഉദാഹരണം എന്താണ്? നല്ലൊരു മനുഷ്യനാണ് ഇതിലെ കഥാപാത്രം. ഇതൊരു കഥയാണെന്ന് കണക്കാക്കിയാൽ നല്ലൊരു മനുഷ്യനാണ് അതിലെ കഥാപാത്രം. എന്താ നല്ല മനുഷ്യനാണെന്ന് പറയാൻ കാരണം? അയാൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പം അയാൾ പറയാണ്, ഭഗവാനെ, ഞാൻ എൻ്റെ നല്ല കാലങ്ങളിലൊക്കെ നടന്ന് നടന്നു പോകുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കാൽപാദത്തിനൊപ്പം നിന്റെ കാൽപാദം കൂടി അവിടെ പതിഞ്ഞത് കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ യു ആർ ഓൾവേസ് ബിഹൈൻഡ് മീ. നീ എപ്പോഴും എൻ്റെ പുറകിലുണ്ടായിരുന്നു.
അതെനിക്ക് വലിയ ബലമായിരുന്നു, എനിക്ക് വലിയ വിശ്വാസമായിരുന്നു, എനിക്ക് വലിയ അനുഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, എൻ്റെ മോശം കാലത്ത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു കാൽപാദം മാത്രമേ കാണാനുള്ളൂ. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഒരു ചോദ്യമാണിത്. എന്ന് വെച്ചാൽ എൻ്റെ മോശം കാലത്ത് നീ എന്നെ കൈവിട്ടോ, ഈശ്വരൻ പോലും കൈവിട്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ ഭഗവാൻ പറയുന്ന ഒരു മറുപടി ഉണ്ട്. നിന്റെ നല്ല കാലത്ത് ഞാൻ നിന്റെ പുറകിലുണ്ടായിരുന്നു, നീ വീണു പോവാതിരിക്കാൻ. നിന്റെ മോശം കാലത്ത് നീ കണ്ടത് എൻ്റെ കാൽപാദം മാത്രമാണ്, ഞാൻ നിന്നെ എടുത്തു നടക്കുകയായിരുന്നു എന്നാണ്. കാരണം അവിടെ ഒരു കാൽപാദം മാത്രമേ പതിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. ഭഗവതി അങ്ങനെയാണ്. ഭവാനിത്വം ദാസേ എന്ന് പറയുന്ന ഒരു ശ്ലോകത്തിൽ, സൗന്ദര്യലഹരിയിൽ നമ്മൾ അവിടെ എത്തും. ആ ശ്ലോകമാണ് ഈ ധനവുമായി ബന്ധപ്പെട്ട ശ്ലോകം, മൂല്യവുമായി ബന്ധപ്പെട്ട ശ്ലോകം. നമ്മൾ ഉപാസനാക്രമമായി പഠിപ്പിക്കുന്ന ശ്ലോകം അതാണ്. ഭവാനിത്വം ദാസേ എന്ന് പറയുന്ന ശ്ലോകത്തിൽ പറയുന്നത്, ഭവാനിത്വം എന്ന് പറയുന്ന സമയത്ത് ഭവാനി അവിടുത്തെ എന്ന് പറയുമ്പോഴേക്ക് അവിടുത്തെ കൃപാകടാക്ഷം എൻ്റെ മേലെ വീണു കഴിഞ്ഞു. ഞാൻ അവിടുത്തെ ദാസനാണെന്ന് പറയാൻ നാവ് കൊണ്ട് മുതിരുന്ന സമയം കൊണ്ട് ദേവിയുടെ അപാരമായ കൃപ എൻ്റെ മേലേക്ക് പ്രവഹിച്ചു കഴിഞ്ഞു. അത്രയും കരുണാവാരിധിയായിട്ടുള്ള ദേവി. എല്ലാ ദേവന്മാർക്കും അഭയമുദ്രകളുണ്ട്, വരദമുദ്രകളുണ്ട്. ദേവിക്കാവട്ടെ വരദമുദ്ര മാത്രമേ കാണുകയാണുള്ളൂ, അഭയമുദ്ര കാണുന്നില്ല എന്ന് പരിഭവിക്കുക വേണ്ട. അതിന് പകരം പരിഭവിക്കല്ല, അവിടുത്തേക്ക് അഭയമുദ്രയുടെ ആവശ്യം പോലും ഇല്ല. ആ മുദ്ര കാണിക്കാൻ എടുക്കുന്ന സമയം പോലും ഭഗവതിയുടെ കൃപാകടാക്ഷം എൻ്റെ മേൽ പതിയാനായിട്ട് വേണ്ടി വരുന്നില്ല എന്ന് പറയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ കഥയിലെ കഥാപാത്രം, അദ്ദേഹം നല്ലൊരാളായതുകൊണ്ടാണ് അയാൾ പറഞ്ഞത്, എൻ്റെ നല്ല കാലങ്ങളിൽ നീ എൻ്റെ കൂടെ നടക്കുന്നത് കണ്ടു എന്ന്. പക്ഷേ പലപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ നല്ല കാലങ്ങളിൽ, പ്രായം ചെറുതാവുന്ന സമയത്ത്, സുഖസൗകര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, ഈ സമയങ്ങളിലൊക്കെ ആദ്യം മറന്നു പോകുന്ന പേര് ഈശ്വരൻ്റെ ആണെന്നാണ് പറയുക. മഹാഭാരതത്തിലൊരു കഥാപാത്രമുണ്ട്, കുന്തി. കുന്തി എല്ലാ കാലത്തും പ്രാർത്ഥിച്ചിരുന്ന, ഭഗവാൻ എനിക്ക് ദുഃഖം തരിക, ദുഃഖം തരിക എന്നാണ്. ലോകത്തിലെ ഏതൊക്കെ ഇതിഹാസം എടുത്താലും ഒരു കഥാപാത്രത്തെ ദുഃഖം തരാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ കാണാൻ പറ്റില്ല. കുന്തി എന്തുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് ചോദിച്ചാൽ, നിരന്തരം അങ്ങനെ ദുഃഖത്തിനായിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ എനിക്ക് ഒരിക്കലും ഭഗവാനെ മറന്നു പോകാനുള്ള സാധ്യത ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാവുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു, ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഈശ്വരനെ വിളിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തുനിന്നൊരു മുക്തി എന്നതിലുപരി അത് ഈശ്വരനെ വിളിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് എന്ന് ചിന്തിക്കുന്ന നിമിഷം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ധന്യത ഉണ്ടാവുന്ന പറയാം. അപ്പം ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്തിനാണ് ധ്യാനിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം തന്നെ പ്രശ്നങ്ങളിൽ നിന്നുള്ള മുക്തി, സമാധാനക്കേടിൽ നിന്നുള്ള മുക്തി, നിത്യമായ ഒരു ശാന്തത ജീവിതത്തിൽ കൈവരാൻ വേണ്ടിയിട്ടാണ്. നിത്യമായ ശാന്തത. ഈ നിത്യമായ ശാന്തത ഒരിക്കലേ വരുള്ളൂ മരിക്കുമ്പോൾ. അത് ബാക്കിയുള്ളവർക്കും നമുക്കും. നിത്യമായ ശാന്തത, പിന്നെ ഒരു ഉപദ്രവമില്ല, അയാളെ കൊണ്ടുമില്ല, അവനവനും ഇല്ല, ബാക്കിയുള്ളവർക്കും ഇല്ല. അപ്പം നിത്യശാന്തിയിൽ ലയിച്ചു എന്നൊക്കെ എഴുതൂല ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ. അതെന്ന് വെച്ചാൽ അയാൾക്കും ശാന്തിയായി, നമുക്കും ശാന്തിയായി, ഇനി ഒരു ബുദ്ധിമുട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ജീവിച്ചിരിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം എന്താണ് ഈ ശാന്തത? പ്രധാനപ്പെട്ട ചോദ്യമാണ്. ലോകത്തുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് ധ്യാനമെങ്കിൽ ധ്യാനിയായിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ഉപാസകരായിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ പാടില്ലായിരുന്നു. സാധകരായിട്ടുള്ള ആളുകൾ ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ലായിരുന്നു. പക്ഷെ ഭൂമുഖത്ത് വന്ന് ജനിച്ചു പോയാൽ നിശ്ചയമായിട്ടും ബുദ്ധൻ ആര്യസത്യം പറഞ്ഞതുപോലെ ലോകം ദുഃഖമയമാണ്. വേൾഡ് ഈസ് ഫുൾ ഓഫ് മിസറി. ലോകം ദുഃഖമയമാണ്. ദുഃഖമയാണ് എന്നുള്ള കാര്യം നിശ്ചയം ദുഃഖമയാണ്. പരമമായ പ്രകൃതിപരമങ്ങളായിട്ടുള്ള ദുഃഖങ്ങൾ എന്ന് പറയും. പ്രകൃതിപരമങ്ങളായിട്ടുള്ള ദുഃഖങ്ങളാണ് ആദി ഭൗതിക ദുഃഖം, ആധ്യാത്മിക ദുഃഖം, ആദി ദൈവിക ദുഃഖം. ആധ്യാത്മിക ദുഃഖമാണ് ആദ്യം, അവനവൻ ഉണ്ടാക്കുന്ന ദുഃഖം, അവനവൻ്റെ മനസ്സിലുള്ള ദുഃഖം, അവനവൻ്റെ ശരീരത്തിലുള്ള ദുഃഖം. അങ്ങനെയുണ്ട്. ശരീരത്തിലുള്ള ദുഃഖം രോഗമായിട്ട്, മനസ്സിലുള്ള ദുഃഖം വ്യഥകളായിട്ട്. അതാണ് ആധ്യാത്മിക ദുഃഖം. ആദി ഭൗതിക ദുഃഖം എന്താണ്? ആദി ഭൗതിക ദുഃഖം ചുറ്റുപാടുള്ള ഓരോന്നിനെ കൊണ്ടുണ്ടാകുന്ന ദുഃഖം. ഒരു നായ വന്ന് കടിച്ചു, അത് ആദി ഭൗതിക ദുഃഖം. കൊറോണ ബാധിച്ചു, അത് ആദി ഭൗതിക ദുഃഖമാണ്. ഒരാൾ കല്ലെടുത്ത് എറിഞ്ഞു, അത് ആദി ഭൗതിക ദുഃഖമാണ്. ഒരാൾ ടെൻഷൻ ഉണ്ടാക്കി, അതൊരു ആദി ഭൗതിക ദുഃഖമാണ്. മറ്റൊരാളോ മറ്റൊരു വസ്തുവോ എന്തോ കാരണമായിക്കൊണ്ട് ഉണ്ടാകുന്നത് ആദി ഭൗതിക ദുഃഖമാണ്. ഇനി നമ്മുടെ കൺട്രോളിലേ അല്ലാത്ത
ദുഃഖങ്ങൾ. ആ മറ്റൊരാളെ കൊണ്ടുണ്ടാവുന്ന ദുഃഖത്തിനൊരു പരിധി ഉണ്ടെന്ന് വയ്ക്കുക. നമ്മുടെ കൺട്രോളിൽ പോലും അല്ലാത്ത ദുഃഖങ്ങൾ. നിത്യേന നിരന്തരം നിയമേന പ്രാർത്ഥിച്ചിരുന്ന ഒരാള് രാവിലെ നോക്കുന്ന സമയത്ത് ചൂരൽമലയിൽ മലയിടിഞ്ഞിട്ട് വീട് ഒലിച്ചുപോയി. അയാളും എല്ലാവരും കൂടെ ഒലിച്ചുപോയി. നമ്മൾ നോക്കുന്ന സമയത്ത് അയാൾ എന്നും പ്രാർത്ഥിക്കുന്ന ആളാണ്, എന്നും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അല്ലേ? അങ്ങനെ ഉണ്ടാവാറില്ലേ? പ്രകൃതി ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് നല്ല ആൾക്കാരെ ഒഴിവാക്കുക, അംബാനി അദാനീനെ ഒഴിവാക്കുക, അങ്ങനെയൊക്കെ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. പ്രകൃതി ദുരന്തം ഉണ്ടാ കാളി മാതാവിന് എല്ലാവരും ഒരുപോലെയാണ്. അമ്മ സംഹാരതാണ്ഡവം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ ആ നല്ല ആളും ചീത്ത ആളും നന്മ മരവും ചീത്ത മരവും ഒന്നുമില്ല. എല്ലാത്തിനെയും ഒരേപോലെ അമ്മ എടുത്തിട്ട് പോകും. അതാണ് ആദി ദൈവിക ദുഃഖം. ഈ ത്രിദുഃഖങ്ങൾ ജീവിതത്തിലുണ്ട്, അത് നിശ്ചയമായിട്ടുണ്ട്. പക്ഷെ ഈ ത്രിദുഃഖങ്ങൾക്കൊക്കെ കാരണമായിരിക്കുന്നത് എന്ത്? ദുഃഖത്തെ ദുഃഖമായി ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്താണ് കാരണമാവുന്നത്. പലപ്പോഴും ദുഃഖമല്ല, ദുഃഖത്തിൻ്റെ ചുറ്റും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബിൽഡപ്പ് ഉണ്ട്. ആ ബിൽഡപ്പാണ് കാരണം. നമ്മൾ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പനിയെ പനിച്ച് മാറാൻ അനുവദിക്കാതെ പനിയോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കും. പനി വന്നു പോയി, ഇനിയിപ്പോൾ ഇതിപ്പം മാറ്റണം, ഇപ്പം മാറ്റണം. ജലദോഷം വന്നു പോയി, ഇപ്പം മാറ്റണം, ഇപ്പം മാറ്റണം. ജലദോഷം വന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ശബ്ദം ഷേ എന്നാണ്. ആ എന്നുള്ള ശബ്ദം ജലദോഷം വന്നതിൻ്റെ അതായത് ആ അസ്വസ്ഥതയാണ്. അത് ഞാൻ സ്വസ്ഥമായിരിക്കുകയായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഇത് വന്നു. ജലദോഷം ഒരു വെറുപ്പിക്കലാണ്, പല്ലുവേദന ഒരു വെറുപ്പിക്കലാണ്, വയറുവേദന ഒരു വെറുപ്പിക്കലാണ്. ഇതൊക്കെ വെറുപ്പിക്കലാണ് മനുഷ്യന്മാർക്ക്. അതിൻ്റെ സമയത്ത് നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, ജലദോഷം ചികിത്സിച്ചാൽ 7 ദിവസം കൊണ്ടും ചികിത്സിച്ചില്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടും മാറുന്ന അസുഖമാണെന്ന് പറയും. അങ്ങനെയാണ് ജലദോഷത്തിൻ്റെ കണക്ക്. പനി വന്നാൽ പനിയോട് ഫൈറ്റ് ചെയ്യും, പെയിൻ വന്നാൽ പെയിനിനെ ഫൈറ്റ് ചെയ്യും. വി ആർ നോട്ട് റെഡി ടു ഫീൽ ദ പെയിൻ. പെയിനിനെ ഫീൽ ചെയ്യാൻ അനുവദിക്കില്ല, പെയിനിനെ ഫൈറ്റ് ചെയ്യുക. പെയിൻ എങ്ങനെയെങ്കിലും മാറ്റണം, പെയിൻ എങ്ങനെയെങ്കിലും മാറ്റണം. ആ ശ്രമത്തിൽ പരിക്ഷീണരായി പോവുക നമ്മൾ. ആ ശ്രമം മുഴുവൻ നടത്തുന്ന ആരാണ്? മനസ്സാണ്. മനസ്സ് ഈ ശ്രമം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുക. മനസ്സ് പറയാണ് അതിനോട് ഫൈറ്റ് ചെയ്യും, നിനക്ക് സമാധാനം കിട്ടും. അങ്ങനെ നിരന്തരം മനസ്സിൽ ചോദ്യോത്തരങ്ങളുടെ ഒരു നിരന്തര പ്രവാഹം സംഭവിക്കുക. ചോദ്യോത്തരങ്ങളുടെ ഒരു നിരന്തര പ്രവാഹം. സത്യത്തിൽ മനസ്സ് എന്ന് പറയുന്ന സാധനം തന്നെ എന്താ? ചിന്തകളുടെ പ്രവാഹമാണ്. ഇന്നിപ്പോൾ യുക്തിവാദികളും സയൻറ്റിസ്റ്റുകളൊക്കെ ന്യൂറോ സയൻറ്റിസ്റ്റുകൾ മൈൻഡ് ഇസ് വാട്ട് ബ്രെയിൻ ഡസ് എന്നാണ് പറയുന്നത്. ബ്രെയിൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരാണ് മനസ്സ് എന്ന് ന്യൂറോ സയൻറ്റിസ്റ്റുകൾ പറയുന്നു. ഭാരതം പണ്ട് മുതലേ പറഞ്ഞു ചിന്താപ്രവാഹത്തിൻ്റെ പേരാണ് മനസ്സ്. ഈ ചിന്താപ്രവാഹം ഏതെങ്കിലും ഒരു നിമിഷം നിലച്ചാൽ ആ നിമിഷത്തെ നമ്മൾ ശാശ്വതമായ ആനന്ദം എന്ന് പറയും. ഏതെങ്കിലും ഒരു സമയത്ത് ചിന്ത നിലച്ചു, എല്ലാ ചിന്തയും നിലച്ചു. ആ ചിന്തകൾ നിലച്ച സമയങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ ചിന്തകൾ നിലച്ച സമയമൊക്കെ ആനന്ദകരമായിട്ടുള്ള അവസ്ഥകളാണ്. അതെന്ത് കാര്യമായിക്കോട്ടെ, ആനന്ദകരം, വളരെ സന്തോഷമുണ്ടായി, പെട്ടെന്ന് വലിയ സന്തോഷകരമായ അനുഭവം ഉണ്ടായി, ചിന്ത സ്റ്റോപ്പായി, ഞാൻ ആരാണെന്ന് മറന്നു. മതി മറന്നുപോയി എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മതി മറന്നു പോവുക, അവനവൻ ആരാണ് എന്ന് മറന്നു പോവുക. അവനവൻ ആരാണ് എന്ന് മറന്നു പോകുന്നതാണ് ലോകത്തെ ഏറ്റവും സന്തോഷകരമായ നിമിഷം. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? മനസ്സ് നിന്ന് പോയ ഒരു നിമിഷമാണ് ഏറ്റവും സന്തോഷകരമായ നിമിഷം. പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനമല്ല, പ്രശ്നക്കാരനായ മനസ്സിൽ നിന്നുള്ള മോചനമാണ് ധ്യാനം. അതൊരു ഒഴിഞ്ഞുമാറലാണ്. എങ്ങനെ? ഒരു പാമ്പ്, ഒരു സർപ്പം അതിൻ്റെ തോലുറയെന്ന് വിദഗ്ധമായി ഒഴിഞ്ഞു മാറില്ലേ? അതുപോലെയുള്ളൊരു ഒഴിഞ്ഞു മാറലാണ് യോഗി മനസ്സിൽ നിന്ന് ചെയ്യുന്നതെന്ന് പറയാം. മനസ്സിൽ എല്ലാ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ മനസ്സാകുന്ന ഉറയിൽ നിന്ന് വളരെ സുഖമായിട്ട് ഒഴിഞ്ഞു മാറാൻ ഒരു യോഗി ശീലിക്കുന്നു എന്നുള്ളതാണ്. ഭാരതീയ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ഇന്ന് ന്യൂറോ സയൻസിനോടോ അല്ലെങ്കിൽ സൈക്കോളജിയോടോ ഒക്കെ അതിന് തുല്യം ചേർന്ന് നിന്ന് പോകാനും ഇതിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാനും സാധിക്കുന്നത് ഇതിൻ്റെ അകത്ത് വർക്കിംഗ് ആയ ഒരു ടെക്നിക്ക് ഉണ്ട് എന്നുള്ളതാണ്. എന്താ വർക്കിംഗ് ആയ ടെക്നിക്ക്? മനസ്സിനെ നിർത്താൻ നമുക്കറിയാം. തിരുജ്ഞാന സമ്പന്നരെ കുറിച്ചിട്ട് കണ്ണടയ വള്ളലാർ എഴുതിയ ഒരു കൃതിയുണ്ട്. അതിൻ്റെ പേര് ഒഴുവിൽ ഒടുക്കം എന്നാണ്. ഒഴുവിൽ ഒടുക്കം. ആ ഒഴുവിലാണ് ഇതിൻ്റെ ഒടുക്കം. അതാണ് ഏറ്റവും ആനന്ദകരമായ നിമിഷം. ഏറ്റവും ആനന്ദകരമായ നിമിഷം
ആ അനന്തകരമായ നിമിഷം സംഭവിക്കുന്ന സമയത്ത് നമ്മിൽ നിന്ന് പുറത്തു വരുന്നത് എന്ത് എന്നാണ് ശബ്ദം, എന്നാണ് ചോദ്യം. നമ്മിൽ നിന്ന് പുറത്തു വരുന്ന ഒരവസ്ഥ വിസർഗമാണെന്നാണ് തന്ത്രം പറയുന്നത്. എന്താണ് വിസർഗം? വിസർഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എവിടെയാണ് കണ്ടിട്ടുള്ളത്? ആ, സ്വരത്തിന്റെ അവസാനം വിസർഗണ്ട്. ആഹ് എന്ന് പറയുന്നിടത്ത് വിസർഗണ്ട്. അതിന് മുമ്പത്തെ അക്ഷരം ഏതാ? അം അല്ലേ? ഇത് രണ്ടും കൂടി ഒരുമിച്ച് വായിച്ചു നോക്കൂ. അം അഹ് എന്നാണ്, എന്ന് വെച്ചാൽ അമ്മ എന്നാണ്. സ്വരാക്ഷരങ്ങൾ അവസാനിക്കുന്നത് അമ്മ എന്ന രണ്ടക്ഷരത്തിലാണ്. അം അഹ്. അം റിസീഡിങ് ആണ്. അം വെയിലിംഗ് ആണ്. അം തിരോഭാവാണ്. അഹ് വിസർഗാണ്. അഹ് പുറത്തേക്കുള്ള പ്രകടനമാണ്. അം കാളിയാണെങ്കിൽ അഹ് ത്രിപുരസുന്ദരിയാണ്. അം കാളിയാണെങ്കിൽ അഹ് ത്രിപുരസുന്ദരിയാണ്. അതിൻ്റെ രണ്ടിൻ്റെയും ചേർച്ചയാകുന്ന സമയത്ത് അത് മഹാപരാഷോഡശിയായിട്ട് മാറുന്നു. അം ആ ആ അഹ് എന്ന് പറയുന്ന അനുഭവം ഏറ്റവും മനോഹരമായിട്ടുള്ള അനുഭവമാണ്. ആ അഹ് എന്ന അനുഭവത്തെ തന്ത്രം ഒരക്ഷരം കൊണ്ട്, ഒരു ബീജാക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അഹ് എന്ന വിസർഗ ശബ്ദം പരാശബ്ദമാണ്, പരമമായ അവസ്ഥ. ബ്രീത്തിങ് എന്നുള്ളത് ഇമനൻ്റ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ ഭൗതിക ലോകത്ത് ഒരു മനുഷ്യനല്ല, സർവ്വജീവിയും ഈ പറയുന്ന അർത്ഥത്തിൽ ബ്രീത്ത് എടുക്കുന്ന എല്ലാ ജീവിയും ജീവിച്ചിരിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ ലോക വ്യവഹാരത്തിൽ ഏർപ്പെടുന്നതിൻ്റെ, വ്യവഹാരം എന്നാണ് വാക്ക്, വ്യവഹാരത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ലക്ഷണം എന്താണ്? ബ്രീത്തിങ് ആണ്. വ്യവഹാരം ഒടുങ്ങുമ്പോൾ എന്തുണ്ടാവുന്നു? ബ്രത്ത് സ്റ്റോപ്സ്. ബ്രത്ത് സ്റ്റോപ്പായി. ബ്രത്ത് സ്റ്റോപ്പായ നിമിഷങ്ങൾ എപ്പോൾ ഉണ്ടാവും? കാലം എവിടെയെങ്കിലും വെച്ച് കുത്തിപ്പോയാൽ മതി, എന്ന് പറഞ്ഞിട്ട് ബ്രത്ത് സ്റ്റോപ്പ് ആവും. ആ സമയത്ത് നമുക്ക് നമ്മൾ ആരാണെന്ന് ഓർമ്മ ഉണ്ടാവില്ല. മൂർച്ചയുടെ അനുഭവങ്ങളിൽ, ലൈംഗികതയിൽ പറയുകയാണെങ്കിൽ രതിമൂർച്ചയുടെ അനുഭവങ്ങൾ, ഓർഗാസം അനുഭവിക്കുന്ന സമയത്ത് ആണ്. ഒരു സെക്കൻഡും ഇല്ല, സെക്കൻഡിന്റെ എത്രയോ പകുതി എന്ന അനുഭവമാണ്. സന്തോഷകരമായ അനുഭവമാണ് എന്ന അനുഭവമാണ്. വളരെ മധുരമുള്ള, നമുക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള, അല്ലെ മധുരം വേണ്ട, കഴിക്കാൻ ആഗ്രഹമുള്ള ഒരു വസ്തു നമ്മൾ വായയിലേക്ക് വെക്കുമ്പോൾ ആണ് അനുഭവം. സുഖകരമായ ഒരു സ്പർശം ഉണ്ടാകുമ്പോൾ എന്നാണ് അനുഭവം. ഈ നിമിഷങ്ങളിലൊക്കെ നമ്മുടെ ബ്രീത്തിങ് സ്റ്റോപ്പായി പോകും. അതിൻ്റെ അർത്ഥം വ്യവഹാരം ഒടുങ്ങുന്നു. ബ്രീത്തിങ്ങിനൊപ്പം ചിന്തകളും സഞ്ചരിക്കുന്നു. ദേഷ്യം പിടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മൂക്ക് ഇങ്ങനെ വിറപ്പിക്കുന്നുണ്ട് ആൾക്കാർ. അത് മൂക്ക് വിറപ്പിക്കുകയല്ല, കൂടുതൽ ശ്വാസം എടുക്കുകയാണ്, പാവം. മനസ്സിലായില്ലേ? ദേഷ്യം വരുന്ന സമയത്ത് ഒരാളുടെ ശ്വാസത്തിൻ്റെ പാറ്റേൺ മാറില്ലേ? നമ്മളൊക്കെ ശ്വാസത്തിൻ്റെ പാറ്റേൺ മാറില്ലേ? ബ്രത്ത് വളരെ സ്പീഡാവും. ഓരോ സമയത്തും ഓരോ വികാരങ്ങൾക്കനുസരിച്ചും ബ്രീത്തിങ്ങിൻ്റെ പാറ്റേൺ മാറിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? ബ്രീത്തിങ് ഇമോഷൻസായി ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. ആ ഇമോഷൻസിനെ 8 കണക്കാക്കുക, അപ്പോൾ അത് അഷ്ടരസങ്ങളായി. ഇനി ആ ബ്രീത്തിങ് എൻഡ് ആവുന്നത് ശാന്താവസ്ഥയിലാണ്, എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പോൾ അത് നവരസായി, 9ാമത്തെ രസമായി. ആ നവരസങ്ങളെ നമ്മളൊരു ചക്ര രൂപത്തിൽ ആവിഷ്കരിച്ചാൽ അത് ശ്രീചക്രത്തിലെ നവയോനിയായി, ശാന്താവസ്ഥ. ഡാൻസ് ഒക്കെ പഠിക്കുന്ന ആളുകൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ആരെയോ കണ്ടു ഞാൻ ഇതിൻ്റെ അകത്ത്, ആകസ്മികമായിട്ട് വന്നു പോയതാണ്, നന്നായി കണ്ടത്. നാൻസിയെ കണ്ടു തോന്നുന്നു ഇതിൻ്റെ അകത്ത്. അവർ ഡാൻസ് പഠിക്കുന്ന സമയത്ത് ഈ ശാന്തം അഭിനയിക്കാൻ പറയും. അഷ്ടരസങ്ങൾ അഭിനയിക്കും. ശാന്ത അഭിനയിക്കൽ വലിയ പ്രയാസം. ശാന്ത അഭിനയിക്കുക എങ്ങനെയാണെന്നറിയോ? ശാന്തം പരിശീലിക്കുക മരിച്ചതുപോലെ കിടന്നിട്ടാ. ഒരു വിളക്ക് തലേൻ്റെ പുറകിൽ നിന്ന് കത്തിച്ചു വെക്കും. വലിയൊരു നാടക പ്രതിഭ എന്നോട് പറഞ്ഞ, വിളക്ക് തലേൻ്റെ പുറകെ കത്തിച്ചു വെക്കും. നീ ഇങ്ങനെ വെളുത്ത തുണിയൊക്കെ പുതച്ചിങ്ങനെ കിടക്കും. എന്നിട്ട് കണ്ണ് അതിലേക്ക് മാത്രം നോക്കി
ശ്വാസോച്ഛ്വാസം പോലും ശാന്തം. നമുക്കറിയാവുന്ന ആകെ ശാന്തത മരിച്ച ശാന്തതയാണ്. പക്ഷെ അതിലും വലിയൊരു ശാന്തത ഉണ്ട്, അത് സമാധിയുടെ ശാന്തതയാണ്. രണ്ടും ഒരു തരത്തിലുള്ള മരണമാണ്. ഒരു മരണം നിത്യജീവനിലേക്കുള്ള ഉണർച്ചയാണെങ്കിൽ, ഒരു മരണം ഈ ഇഹലോക ജീവിതത്തിൽ നിന്നുള്ള ആ അവസാനിക്കലാണ്. ഒരു ഒരു ഫുൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കോമ. മരണം ഒരു കോമയാണ്. ഒരു കോമ ടു അടുത്ത വാക്യം എഴുതാൻ തുടങ്ങി, ഒരു കോമ. മറ്റതൊരു ഫുൾ സ്റ്റോപ്പാണ്. വെറും ഫുൾ സ്റ്റോപ്പ് അല്ല, അത് വിസർഗാണ്. രണ്ട് ഫുൾ സ്റ്റോപ്പാണ്, മുകളിലും താഴെ. അതിൽ ആദ്യത്തെ കുത്ത് ശക്തിയും രണ്ടാമത്തെ കുത്ത് ശിവനുമാണ്, അല്ലെങ്കിൽ ആദ്യത്തെ കുത്ത് ശിവനും രണ്ടാമത്തെ കുത്ത് ശക്തിയാണ്. അങ്ങനെ അത് വിസർഗം. ആ വിസർഗ ശബ്ദത്തെ നമുക്ക് ഏതെങ്കിലും ഒരു അക്ഷരം കൊണ്ട്, ഒരു ബീജം കൊണ്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ തന്ത്രം അതിന് കൊടുത്തിരിക്കുന്ന ബീജാക്ഷരത്തിൻ്റെ പേര്, അല്ലെങ്കിൽ അക്ഷരത്തിൻ്റെ നാമം, അല്ലെങ്കിൽ അക്ഷരത്തിൻ്റെ ശബ്ദം സൗ എന്നാണ്. സൗ. സൗ എന്ന് പറഞ്ഞാൽ എന്താണ്? സൗ എന്ന് പറഞ്ഞാൽ വിസ്മയം, വിസർഗം, പരാ, പരമമായ അവസ്ഥ. സൗ അങ്ങനെ നിന്നുപോയി. എന്തോ കണ്ടിട്ട് ആരോ അങ്ങനെ നിന്നുപോയി. എന്തോ കണ്ടിട്ട് ആരോ അങ്ങനെ നിന്നുപോയി. നയാഗ്ര വാട്ടർഫോൾ പെട്ടെന്ന് കാണുകയാണ് ഒരാൾ. കണ്ണടച്ച് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഒരു ഒരു അത്ഭുതം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കണ്ണ് കെട്ടിക്കൊണ്ടുപോയി പെട്ടെന്ന് നയാഗ്ര വാട്ടർഫോൾ അങ്ങ് കാണിക്കുക. ശ്വാസം അങ്ങ് പോകും. ബിയോണ്ട് ബ്രത്ത്, വിസർഗ. ബിയോണ്ട് ബ്രത്ത് എന്ത് സംഭവിക്കുന്നു? വിസർഗം സംഭവിക്കുന്നു. ബിയോണ്ട് ബ്രത്ത്, വിസർഗം. ബിയോണ്ട് ബ്രത്ത് എന്താണ്? മനസ്സ് ഒടുങ്ങി, ഒഴിവിൽ ഒടുക്കം. പരമമായ ആനന്ദമകത്ത് തിരതള്ളുന്നു. ആ പരമമായ ആനന്ദം സൗകാരത്തെ കണ്ടിട്ട്, പരയെ കണ്ടിട്ട്, പരമമായതിനെ കണ്ടിട്ടുണ്ടായതിൻ്റെ ആനന്ദം. ആ ആനന്ദമാണ് സൗന്ദര്യ ദർശനം. സൗകാരത്തെ കണ്ട് ഉണ്ടായ ആനന്ദാനുഭൂതിയെയാണ് സൗന്ദര്യം എന്ന് വിളിക്കുന്നത്. സൗകാരത്തെ, സൗകാരം എന്താ? പരാബീജം, പരമമായത്. പരമമായ ആ സൗന്ദര്യത്തെ, സുന്ദരിയെ, ത്രിപുരങ്ങളെയും തൻ്റെ സൗന്ദര്യത്താൽ വലച്ചവളെ കണ്ടിട്ട് ആനന്ദചകിതനായി പോയി ഒരാൾ. അയാൾക്ക് പിന്നെ ആ ആനന്ദത്തിൻ്റെ അല ഒടുങ്ങുന്നില്ല. ആ അല ഒടുങ്ങുന്നേയില്ല. ആ ഒടുങ്ങാത്ത അലയാണ് ലഹരി, വേവ്സ് ഓഫ് ബ്ലിസ്. ആനന്ദത്തിൻ്റെ പരമമായ അലതല്ലൽ. സൗന്ദര്യ ദർശനം, ഭാരതത്തിൻ്റെ സൗന്ദര്യ ദർശനം അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് നന്നായോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ സംജാതമാകുമ്പോഴാണ് അത് സൗന്ദര്യമുള്ളതാവുന്നത്. എന്തെങ്കിലും അതിമനോഹരമായ ഒരു കാര്യം കണ്ടാൽ നിങ്ങളിൽ സംഭവിക്കേണ്ടത് ഒരു മഹാമൗനമാണ് എന്ന് തന്ത്രം പറയുന്നു. വേർഡ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. വേർഡ്സ് കനോട്ട് എക്സ്പ്രസ്. അങ്ങനെ പോയി. അവിടെ ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ, എന്നുള്ള ശബ്ദം മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത് ഉണ്ടാക്കുന്ന മലിനപ്പെട്ട ഒന്നാണ് വാവ് എന്ന ശബ്ദം. ഞാൻ മലിനപ്പെട്ട മോശാർത്ഥത്തിൽ പറഞ്ഞല്ല. വൈഖരി വാണിയിൽ അത് എക്സ്പ്രസ് ചെയ്യുമ്പം അതിൽ സ്വാഭാവികമായി മാലിന്യം വന്നു. എന്ത് മാലിന്യം വന്നു? ബുദ്ധി ഇടപെട്ടു. ഇതിന് വാവു എന്ന് പറയണം. ഇപ്പോൾ വാവു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ പോയി. ഇപ്പോൾ എല്ലാത്തിനും വാവുകയാണ്. വാവ് കൊണ്ട് ആ തീർന്ന് എന്ത് പറയുമ്പോഴും വാവുകയാണ്. ബ്ലോഗേഴ്സ് വന്നതിന് ശേഷം വാവ് തീർന്നിട്ട് നിവൃത്തിയില്ല. വാവു കണ്ടോ, ഒരു കറുത്ത പക്ഷി പറക്കുന്നു. കാക്കയാണടാ എന്ന് വീട്ടുകാർ പറയും. അപ്പോൾ അങ്ങനെ കാക്കനെ ആദ്യമായിട്ട് കാണുകയാണെന്ന പോലെയാണ്. അപ്പോൾ അല്ലേ? അപ്പോൾ അതുപോലെ എല്ലാത്തിനും വാവുകയാണ്. വളരെ സാധാരണ നിലയിൽ കാണുന്ന സാധനങ്ങൾക്ക് പോലും വാവുകയാണ്. അപ്പോൾ വാവ് ബുദ്ധീൻ്റെ ഇടപെടലാണ്. പക്ഷെ എന്തെങ്കിലും കണ്ടിട്ട് ഒരാൾക്കൊന്നും പറയാൻ പറ്റാതെ നിന്നുപോയി. അയാള് ആ പറയാൻ പറ്റാതെ നിന്നുപോയി. നമ്മൾ പറയും മൂകം കരോതി വാചാലം, അല്ലേ? ഒരു ഇതാണ് കൃഷ്ണനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് പറയും. മിണ്ടാതെയായി പോവുക.
നിശബ്ദമായി പോവുക. ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സങ്കല്പം, ഗുരുസങ്കല്പം പോലും ആ മൗനത്തിലാണ് നിൽക്കുന്നത്. അത് മിണ്ടാത ആളല്ല. അതുകൊണ്ട് ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ഏറ്റവും ഉയർന്ന നില മുനി എന്നുള്ള അവസ്ഥയാണ്. മൗനിയാണ് മുനി. മൗനേയ ഉന്മാദത്തെ കുടിക്കുന്നവനാണ് മുനി. ആ മുനി എന്തുകൊണ്ട് മൗനം അവലംബിച്ചു? അയാൾ മിണ്ടരുതെന്ന് വിചാരിച്ചിട്ടല്ല. മിണ്ടരുതെന്ന് വിചാരിക്കുന്ന ആൾ മിണ്ടാട്ടം മുട്ടിപ്പോയ ആളാണ്. അതല്ല, മിണ്ടാട്ടം മുട്ടിപ്പോയതല്ല. മിണ്ടാനൊന്നുമില്ല, വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാനൊന്നുമില്ല. നിരന്തരമായ ആനന്ദത്തെ അനുഭവിക്കുക. ഈ ആനന്ദത്തെ മനുഷ്യൻ്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും അനുഭവിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തീവ്രമായ ദുഃഖം ഉണ്ടാവുന്ന സമയത്ത്, തീവ്രമായ ആനന്ദം ഉണ്ടാവുന്ന സമയത്ത്, തീവ്രമായ അനുഭവങ്ങൾ എന്തുണ്ടാവുന്ന സമയത്തും നമുക്കത് വേർഡ്സ് കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ സൗന്ദര്യമുള്ള ഒന്നിനെ കാണുന്ന സമയത്തും നമുക്ക് വേർഡ്സ് കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. സുന്ദരമായ ഒന്നിനെ കണ്ടാൽ നമുക്ക് വേർഡ്സ് കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ സൗന്ദര്യത്തെ അകമേ താലോലിക്കുക മാത്രമേ പറ്റുള്ളൂ. അയാൾക്കൊരു വാക്കും മിണ്ടാനില്ല. ഇവിടെ ഇയാൾ കണ്ടത് ലോകത്ത് ഏറ്റവും സുന്ദരമായ ഒന്നിനെയാണ്. അതിൻ്റെ പേര് ത്രിപുര സുന്ദരി എന്നാണ്. ത്രിപുരങ്ങളിലും വെച്ച് സുന്ദരിയായിട്ടുള്ളവൾ. ത്രിപുരങ്ങളിലേക്കും വെച്ച് സുന്ദരിയായിട്ടുള്ള ഒരാളെ കണ്ടാൽ അയാൾക്ക് പിന്നെ ഒന്നും മിണ്ടാൻ സാധ്യമല്ല. അപ്പം അത് ആരായിരിക്കും കണ്ടത്? ചോദ്യം. അത് കണ്ടത്, അത് കാണാൻ ലോകത്ത് കണ്ണുള്ള ഒരേ ഒരാൾ, അയാളാണ് കണ്ടത്. വേറെ ആർക്കും കാണാൻ പറ്റില്ല. അത് ആ ത്രിപുര സുന്ദരിയുടെ ആരാണ്? പതിയാണ്. സദാശിവ പട്ടമഹിഷി എന്നാണ് ദേവിയെ പറയുക. അത് കാണാൻ ലോകത്ത് കണ്ണ് ഒരാൾക്കേ ഉള്ളൂ, ആ സൗന്ദര്യം കാണാൻ. അത് കണ്ടത് സാക്ഷാൽ പരമശിവനാണ്. ആ പരമശിവന്റെ അകമേ, അകമേ പുറമേയൊന്നും പറയാനില്ല, മനസ്സിലാവാൻ വേണ്ടി പറയാ. അകവും പുറമൊന്നുമില്ല ഭഗവാന്. അകമേ സംഭവിക്കുന്ന ആനന്ദത്തിൻ്റെ തിരതള്ളലാണ് സൗന്ദര്യ ലഹരി. അതുകൊണ്ട് പലപ്പോഴും സൗന്ദര്യ ലഹരിക്ക് ആളുകൾ ഒരു അപവാദം എന്നുള്ള പോലെ പറയാറുണ്ട്. ആദിശങ്കരാചാര്യ വിരചിതമാണ് കൃതി എന്ന് പറയുമ്പോൾ, ആദിശങ്കരാചാര്യർ ഒരു വേദാന്തിയാണ്. വേദാന്തിയായിട്ടുള്ള ഒരാൾ ഒരു സ്ത്രീ സൗന്ദര്യത്തെ പറ്റി ഇങ്ങനെയൊക്കെ എഴുതാൻ പാടുണ്ടോ? കാരണം സൗന്ദര്യലഹരി എന്താ? ആപാത ചൂട വർണ്ണനയാണ്, അല്ലേ? ആപാത ചൂട വർണ്ണന. അപ്പം ലളിതാ സഹസ്രനാമം എന്താ? ആപാത ചൂട വർണ്ണനയാണ് ദേവിയുടെ. ലളിതാ സഹസ്രനാമത്തിലും ഇതുപോലെയുള്ള എല്ലാ കൽപ്പനകളും വരുന്നുണ്ട്. ഒരു സ്ത്രീ ശരീരത്തെ എല്ലാ തരത്തിലും വർണ്ണിക്കുന്നത് കാണാം. നാഭ്യാലവാല രോമാളി ലതാവലകുജദ്വയ എന്നൊക്കെ പറയുന്നിടത്ത് എന്താ അർത്ഥം? വക്രലക്ഷ്മി പരീവാഹ ചലന്മി നാഭലോചന. ഇതൊക്കെ എന്താ? മുഖം, കണ്ണ്, ചെവി, കഴുത്ത്, അല്ലേ? ഏറ്റവും കൂടുതൽ അപ്പം സൗന്ദര്യലഹരിയിലും നമുക്കിതെല്ലാം കാണാം. പക്ഷെ രണ്ട് തരത്തിൽ കാണാം. ഒന്ന് അകമേയുള്ള അനുഭവം. ആ സുന്ദരിയെ അകമേ ഒരാൾക്ക് ദർശിക്കാനായാൽ, അകമേ മാത്രമേ ദർശിക്കാൻ പറ്റുള്ളൂ. കാരണം ലളിതാ സഹസ്രനാമത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ ദുർലഭ. അന്തർമുഖ സമാരാധ്യ, അകമേ അന്തർയാഗത്തിലൂടെ അവളെ കാണുന്ന സമയത്ത് അത് എന്താണ്? അത് ആനന്ദമാണ്. അത് പരമാനന്ദാണ്. അകത്ത് ആനന്ദാനുഭൂതിയാണ് ഉണ്ടാവുന്നത്. അകമേ ഉണ്ടാകുന്ന ആനന്ദാനുഭൂതിയെ 1 മുതൽ 41 വരെയുള്ള ശ്ലോകങ്ങളിലായിട്ട് സൗന്ദര്യലഹരി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് 1 മുതൽ 41 വരെയുള്ള ശ്ലോകങ്ങളെ ആനന്ദലഹരി എന്നാണ് പറയുന്നത്. ആനന്ദലഹരി അത് വായിക്കുമ്പോൾ നമുക്കറിയാം, നമ്മളതിലൂടെ പോകുന്ന സമയത്ത് മനസ്സിലാവും. അകമേ ദേവതാ ചൈതന്യത്തിൻ്റെ ആ ഈശ്വരിയുടെ മാഹാത്മ്യത്തെ അകമേ അനുഭവിക്കലാണ് 1 മുതൽ 41 വരെ. എന്നാൽ 41 ശേഷം ഉള്ള 59ഓളം ശ്ലോകങ്ങൾ, ആ ശ്ലോകങ്ങൾ പുറമേയുള്ള അതിൻ്റെ ആവിഷ്കരണമാണ്.
അകമേ അത് ആനന്ദമായിട്ടാണ് അനുഭവപ്പെടുന്നതെങ്കിൽ പുറമേ അത് സൗന്ദര്യമായിട്ടാണ് അനുഭവപ്പെടുക. അതുകൊണ്ട് ഏറ്റവും സുന്ദരനായിട്ടുള്ളൊരു വ്യക്തി ആരാണ്? ഏറ്റവും സുന്ദരിയായിട്ടുള്ള സ്ത്രീ ആരാണ്? ഏറ്റവും സുന്ദരമായത് എന്താണ് എന്നൊക്കെ ചോദ്യത്തിന് ഉത്തരം, അകമേ ആനന്ദം അനുഭവിക്കുന്ന ആരാണോ അയാളാണ് സുന്ദരനും സുന്ദരിയും. അകമേയുള്ള ആനന്ദത്തിൻ്റെ പ്രകാശനമാണ് പുറത്തുള്ള സൗന്ദര്യം. അതുകൊണ്ട് ആദ്യമുള്ള 41 ശ്ലോകങ്ങൾ അകമേയുള്ള ആനന്ദമാണെങ്കിൽ പിന്നെയുള്ള ശ്ലോകങ്ങൾ ആ ആനന്ദത്തിൻ്റെ ബഹിർസ്ഫുരണമാണ്. ആ രണ്ടനുഭവവും ആർക്കുണ്ടായി? പരമശിവനുണ്ടായി. ഭഗവാൻ തൻ്റെ പ്രാണപ്രേയസിയെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുകയാണ്. അത് ശങ്കരാചാര്യർ വർണ്ണിച്ചാലും ശരി, പുഷ്പദന്തം വർണ്ണിച്ചാലും ശരി, കാളിദാസൻ വർണ്ണിച്ചാലും ശരി, ആര് വർണ്ണിച്ചാലും ശരി, വർണ്ണിക്കുന്ന സമയത്ത് അയാൾ ശിവനായെങ്കിൽ മാത്രമേ ഈ വർണ്ണന സാധ്യമാവുകയുള്ളൂ. ഞാൻ വെറുതെ പറയില്ല, ഇതിന് തെളിവുണ്ട്. സൗന്ദര്യലഹരി തന്നെ തെളിവുണ്ട്, ഞാൻ പറയാം. എന്തുകൊണ്ട് ശിവൻ തന്നെയാണ് അത് വർണ്ണിച്ചിരിക്കുന്നത് പറയുന്നു. അതുകൊണ്ട് സൗന്ദര്യലഹരി ആചാര്യസ്വാമി എഴുതിയതാണോ, വേദാന്തി എഴുതിയതാണോ, ഒസാമ ബിൻ ലാദൻ എഴുതിയതാണോ എന്നൊക്കെയുള്ള ചർച്ചകൾക്ക് ഈ പേര് പറഞ്ഞതിൽ വിഷമം വിചാരിക്കരുതേ. എന്ന് വെച്ചാൽ താന്ത്രികത സംബന്ധിച്ച് ആരാണോ അതിൻ്റെ കർത്തൃത്വം എന്നുള്ളത് താന്ത്രികനെ സംബന്ധിച്ച് വിഷയമല്ല. ആരെക്കുറിച്ചാണ് എഴുതിയത് എന്നുള്ളതാണ് പ്രധാനം. ആരെക്കുറിച്ച് എഴുതി? സുന്ദരിയെക്കുറിച്ച്. സുന്ദരിയെക്കുറിച്ച് ഒരാൾ എഴുതണമെങ്കിൽ റിഗാർഡ്ലെസ് ഓഫ് ഹിസ് ടീച്ചർ, അയാളുടെ അവസ്ഥയ്ക്കപ്പുറം അയാൾ ശിവനായിരിക്കണം എന്നാണ് തന്ത്രത്തിൻ്റെ ഉറപ്പ്. അല്ലെങ്കിൽ വർണ്ണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരിക്കലും ആ കാഴ്ച കാണാൻ പറ്റില്ല. കാരണം അവളുടെ പേര് തന്നെ എന്താണ്? അവള് കുലനിത്യയാണ്. അവള് കുലനിത്യയാണ്. എങ്ങനെയാണോ ഒരു കുലസ്ത്രീ അന്യപുരുഷന്മാരുടെ മുമ്പിൽ വരാൻ മടിക്കുന്നത്, അങ്ങനെ വാക്കുണ്ടല്ലോ. അപ്പോൾ നമ്മളത് സാമൂഹ്യ പശ്ചാത്തലത്തിലൊക്കെ അവതരിപ്പിച്ച് അതിനെ സദാചാരമായിട്ടൊക്കെ ബന്ധിപ്പിച്ച് കഷ്ടപ്പെടുത്തി സ്ത്രീകളുടെ ജീവിതം. അവരെക്കുറിച്ചൊന്നുമല്ല കുലസ്ത്രീ എന്ന് പറഞ്ഞിരിക്കുന്നത്, കുലത്തിലെ സ്ത്രീയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കുലത്തിലെ സ്ത്രീ, കുലകുണ്ടത്തിലെ സ്ത്രീയാണ്, അത് കുണ്ടലിനിയാണ്. അവൾ ശിവന്റെ മുമ്പിൽ മാത്രമേ പ്രത്യക്ഷമാവുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്യപുരുഷന്മാരാരാണ്? ശിവത്വമില്ലാത്ത പുരുഷന്മാർ, പശുക്കൾ. ശിവത്വമില്ലാത്ത പശുക്കളെ മുമ്പിൽ അവൾ ലജ്ജാരൂപേണ സംസ്ഥിത. അവൾ ലജ്ജ പൂണ്ടിരിക്കുകയാണ്. ലജ്ജ അവൾക്ക് നമ്മളെ മുമ്പിൽ വരാനുള്ള മടി കൊണ്ടല്ല, അത് കാണാനുള്ള അർഹത മറ്റുള്ളവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ആ കുല സ്ത്രീ, യഥാർത്ഥ കുലസ്ത്രീ ആയിരിക്കുന്ന, കുലത്തിൽ കുടികൊള്ളുന്ന സ്ത്രീ ആയിരിക്കുന്ന, കൗളിനിയായിരിക്കുന്ന, കുലയോഗിനിയായിരിക്കുന്ന, കുണ്ടലിനിയായിരിക്കുന്ന, കുലകുണ്ടലിനിയായിരിക്കുന്ന, സദാശിവനിൽ ത്രിപുരസുന്ദരിയായിരിക്കുന്നവൾ ശിവന് മുമ്പിൽ മാത്രമേ പ്രത്യക്ഷയാവുകയുള്ളൂ. അതുകൊണ്ട് ശിവൻ കണ്ട കാഴ്ചയുടെ ആനന്ദത്തിൻ്റെ, സൗന്ദര്യത്തിൻ്റെ പ്രകടനമാണ് 100 ശ്ലോകങ്ങളിലൂടെ രചിതമായിരിക്കുന്നത്. അപ്പം അത് എന്തുകൊണ്ട് പുറത്തേക്ക് പ്രകടിപ്പിച്ചു? ഭഗവാൻ അവിടെ തന്നെ ഇരുന്നാൽ പോരെ. പുറത്തേക്ക് പ്രകടിപ്പിച്ചത് ശിവത്വത്തെ പ്രദാനം ചെയ്യാൻ വേണ്ടിയാണ്. ശക്തിയാണ് ശിവനിലേക്കുള്ള വാതിൽ. ശൈവി ശിവ മുഖമിഹ്യുച്യത്തെ എന്ന് വിജ്ഞാന ഭൈരവ തന്ത്രം. ശൈവി അഥവാ ശിവ ശിവന്റെ മുഖമാണ്. ശിവനായി മാറണമെങ്കിൽ ശിവയെ അറിയണം, ശിവയെ അനുഭവിക്കണം. ശിവയെ അറിയുകയും ശിവയെ അനുഭവിക്കുകയും ചെയ്താൽ മാത്രമേ ഒരാൾക്ക് എന്തനുഭവിക്കാൻ പറ്റുള്ളൂ? ശിവത്വത്തെ അനുഭവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദേവീ വർണ്ണനയിലൂടെ, ശാക്തേയ ഉപാസനയിലൂടെ, ശക്തിയെ വർണ്ണിക്കുന്നതിലൂടെ ഒരു മനുഷ്യനിലെ ശിവത്വത്തെ ഉണർത്തുവാൻ വേണ്ടി സൗന്ദര്യലഹരി രചിക്കപ്പെട്ടിരിക്കുന്നു. 2 കാര്യം ഞാൻ പറഞ്ഞു. ആരെഴുതി എന്ന് പറഞ്ഞു, എന്തിനെഴുതി എന്ന് പറഞ്ഞു, ആരെക്കുറിച്ച് എഴുതി എന്ന് പറഞ്ഞു, പിന്നെയോ എന്തിനു വേണ്ടി എഴുതി എന്ന് പറഞ്ഞു. 3 കാര്യം പറഞ്ഞു അല്ലേ? എന്തിനു വേണ്ടി എഴുതി, ആരെഴുതി, ആരെക്കുറിച്ച് എഴുതി. അതുകൊണ്ട് ഇതിന് ദേശവും കാലവും ഒന്നും പ്രധാനമല്ല. ഇപ്പോൾ ചില ആളുകൾ പറയും കൈലാസത്തിൽ വെച്ചിട്ടാണ് എഴുതിയത്, ചില ആളുകൾ പറയും
സൗന്ദര്യലഹരി എഴുതിയത് മൂകാംബികയിൽ വെച്ചിട്ടാണെന്ന് പറയും. ചില ആൾക്കാർ പറയും ശങ്കരാചാര്യസ്വാമികൾ അദ്ദേഹത്തിൻ്റെ ദിഗ്വിജയത്തിന് ശേഷം, അല്ലെങ്കിൽ മഹാ എന്താ പറയുക, സർവജ്ഞ പീഠാരോഹണത്തിന് ശേഷം തിരിച്ചു വരുന്ന വഴി കാശ്മീരത്തിൽ വെച്ചിട്ട് പ്രത്യഭിജ്ഞാവാദികളായിട്ടുള്ള കാശ്മീര ശൈവികളായിട്ടുള്ള താന്ത്രികരായിട്ടുള്ള മഹാജ്ഞാനികളുമായി ഒന്ന് കൊമ്പ് കോർത്തു. അവരുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിനുണ്ടായ ചില ഉൾക്കാഴ്ചകളുടെ നിദർശനമാണ് സൗന്ദര്യലഹരി രൂപേണ ഉണ്ടായിരിക്കുന്നത് എന്ന്. ഞങ്ങളിത് കാശ്മീരിൽ പോയപ്പം ഭഗവാൻ ആദിശങ്കരൻ സൗന്ദര്യലഹരി എഴുതി എന്ന് പറയുന്ന ശാരികാ ക്ഷേത്രത്തിലൊക്കെ പോയിട്ടുണ്ട്. ചില ആൾക്കാർ പറയും ശാരികയുടെ അടുത്താണ് ഇരുന്നിട്ടുള്ളതെന്ന് പറയും. ചില ആൾക്കാർ പറയും കുറച്ച് അപ്പുറത്ത് മാറിയ ഒരു ക്ഷേത്രത്തിലാണ് എന്നൊക്കെ പറയും. സൗത്ത് ഇന്ത്യയിൽ വരുമ്പോൾ സൗത്ത് ഇന്ത്യയിൽ ചില ക്ഷേത്രങ്ങൾ സൗന്ദര്യലഹരി ഭഗവാൻ ഇവിടെ ഇരുന്ന് എഴുതി എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താ? ദേശത്തിനും കാലത്തിനും അതീതമായിക്കൊണ്ട് സൗന്ദര്യലഹരി എന്ന കൃതി നിലനിൽക്കുന്നു എന്നുള്ള. അതുകൊണ്ട് സൗന്ദര്യലഹരിയുടെ കർത്തൃത്വം, സൗന്ദര്യലഹരി എവിടെയാണ് ഉണ്ടായത്, സൗന്ദര്യലഹരിയുടെ ഡേറ്റ്, ഇതൊന്നും സാധകരെ സംബന്ധിച്ച് പ്രസക്തമല്ല. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും ഉച്ചരിക്കാൻ പാടില്ലാത്തൊരു പേര് പറഞ്ഞത്. അയാൾ എഴുതിയാൽ പോലും സാധകനെ സംബന്ധിച്ച് അത് പുണ്യമാണ്, അതിലൊരു സംശയമില്ല. ലോകത്തെ ഏറ്റവും വഷളായിട്ടുള്ളൊരു മനുഷ്യനാണ് എന്ത് എഴുതിയിട്ടുള്ളത്? ദേവിയെക്കുറിച്ച് അതിമനോഹരമായിട്ടുള്ളൊരു കാര്യം എഴുതിയിരിക്കുന്നു. സാധകനെ സംബന്ധിച്ച്, സാമൂഹിക വീക്ഷണത്തിലല്ല കേട്ടോ ഞാൻ പറയുന്നത്, സാധകനെ സംബന്ധിച്ച് അത് പവിത്രമായ പുസ്തകമാണ്. കാരണം അയാൾ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ അയാളുടെ അനുഭവത്തിൽ ഈശ്വരി ഉണ്ടായിട്ടുണ്ട്. ആ എഴുതുന്ന സമയമെങ്കിലും അയാൾ ശിവത്വത്തെ പുലുകിയിട്ടുണ്ട്. ഇല്ലാത്ത പക്ഷം അങ്ങനെ ഒരു കൃതി അയാളുടെ കയ്യിൽ നിന്ന് വരികയില്ല. ഇപ്പൊ സൗകാരത്തിൻ്റെ പരയുടെ പരമാനന്ദ ലഹരിയാണ് സൗന്ദര്യലഹരി രൂപേണ 100 ശ്ലോകങ്ങളായി ഒഴുകിയിരിക്കുന്നത്. അതുകൊണ്ട് സൗന്ദര്യലഹരി വായിക്കുന്ന സമയത്ത്, അത് നമ്മൾ വ്യാഖ്യാനിക്കുന്ന സമയത്ത്, അതിൻ്റെ ധ്യാനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ഉള്ളിൽ അവാച്യമായിട്ടുള്ള ഒരു ഫ്ലൂയിഡിറ്റി വന്ന് നിറയുന്നത് ശ്രദ്ധിക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് എടുത്തിട്ടുള്ള 2 ക്ലാസ്സുകളിൽ ഒന്ന് സൗന്ദര്യലഹരിയും ഒന്ന് മഹാഭാരതമാണ്. ഇത്രയും സന്തോഷത്തോടുകൂടെ അത് എടുക്കാൻ കാരണം, അത് എടുക്കുന്ന സമയത്ത് ഉള്ളിൽ അറിയാത്തൊരാനന്ദം ഇങ്ങനെ തിരതള്ളി വരും. സൗന്ദര്യലഹരി ഉപാസന അല്ലെങ്കിൽ സൗന്ദര്യലഹരി കേവല വായന കൊണ്ട് തന്നെ ഒരു വ്യക്തിയിൽ വാഗ്ദേവിയുടെ കടാക്ഷം ഉണ്ടാവും എന്നാ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കേൾക്കുക, മനസ്സിലാക്കുക, അത് പറയുക ഒക്കെ ചെയ്യുന്ന സമയത്ത് എത്ര 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 അധികം അത് ആഴത്തിലൊരു വ്യക്തിയുടെ ഉള്ളിലേക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അത് അതിമനോഹരമായ വിധത്തിൽ ആ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. എനിക്കത് വ്യക്തിപരമായിട്ട് അനുഭവമാണ്. ചില ശ്ലോകങ്ങളൊക്കെ വായിച്ചു കഴിയുമ്പം ചിലപ്പോൾ നമുക്ക് കവിതയൊക്കെ തോന്നും. കഴിഞ്ഞ സൗന്ദര്യലഹരി ക്ലാസ്സിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ക്ലാസ്സിൻ്റെ ഇടയിൽ ഒരു ഭാഗം, വരാഹത്തെക്കുറിച്ചുള്ളൊരു ഭാഗം, 3-ാമത്തെ ശ്ലോകം എടുത്തു കഴിഞ്ഞ സമയത്ത് അന്ന് രാത്രി അതിമനോഹരമായൊരു കവിത, അതിമനോഹരം എന്ന് ഞാൻ പറയുകയാണേ, ശരി, അതിമനോഹരമായ, ആരെയും പറയണ്ടേ, അവനെ കുറിച്ചാണല്ലേ, ഈ വണ്ടി തള്ളാൻ ഒരു ആളുടെയും സഹായം വേണ്ടെന്ന് പറയില്ല, അതുപോലെ എനിക്ക് അതിമനോഹരമായി തോന്നി. ഞാൻ ക്ലാസ്സിലൊക്കെ കാണിച്ചിരുന്നത് ആ കവിത വന്നപ്പോൾ എനിക്ക് അത്ഭുതമായി, ഇതെങ്ങനെ വന്നു, ഇതിപ്പോൾ ചിന്തിക്കാത്തൊരു കവിതയാണല്ലോ. ഞാൻ കുറേ പേരോട് ചോദിച്ചു, കണ്ടിട്ടുണ്ടാവില്ല കവിത. അപ്പോൾ ഞാൻ കുറേ പേരോട് ഞാൻ ചോദിച്ചു, അവരൊക്കെ പറഞ്ഞു നല്ലൊരു പേഴ്സ്പെക്റ്റീവ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരിക്കലും ചിന്തിക്കാത്തൊരു പേഴ്സ്പെക്റ്റീവാണ്. അന്ന് രാത്രി ഞാൻ ആലോചിച്ചു, ഞാൻ തലേ ദിവസം സൗന്ദര്യലഹരിയിൽ ഈ ശ്ലോകമാണല്ലോ എടുത്തത്, ഇതിൻ്റെ ഫലശ്രുതി കവിത്വം ഉണ്ടാവുക എന്നുള്ളതാണല്ലോ. ഞാൻ ഒരിക്കലും കാശിയിൽ പോയ സമയത്ത്, കുറേ മുമ്പാണ്, കാശിയിൽ പോയി എൻ്റെ പേഴ്സ് വീണുപോയി. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി കാശിയിൽ പോയതാണ്. രണ്ടാളെയും പേഴ്സ് വീണുപോയി. അത് അത്ഭുതമാണ്. ഞങ്ങൾ സാരനാഥിലേക്ക് ഒരു ബൈക്കിൽ പോയതാണ്. ആ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ഇപ്പോൾ സന്യാസമൊക്കെ സ്വീകരിച്ചു. അപ്പോൾ ഈയിടെ വലിയ ചർച്ചയൊക്കെ ചെയ്യപ്പെട്ടൊരു സന്യാസമാണ് പോട്ടെ. അപ്പം ഞങ്ങൾ രണ്ടുപേരും വരുന്ന വഴി ഞങ്ങളെ രണ്ടുപേരെയും പേഴ്സ് വീണുപോയി. ഞങ്ങളെ കയ്യിൽ ഒരു പൈസയില്ല. ആകെ ഉള്ളത് ടിക്കറ്റ്, ഡൽഹിക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് ഉണ്ട്, വേറെ ഒന്നുമില്ല. ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല, വേറെ ടിക്കറ്റ് ഒന്നുമില്ല. അവസാനം ഫോണിൽ നാട്ടിലുള്ള ഒരാളെ വിളിച്ചിട്ട് കാശിയിലുള്ള ഒരാളെ പരിചയപ്പെടുത്തുന്നു. അതായത് ഞാൻ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ പ്രൊഫസറാണ്, ചിത്രകല പഠിപ്പിക്കുന്ന പ്രൊഫസറാണ്. സുരേഷ് നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളതിൽ പൈസ ഇല്ല. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ തരാം, നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അദ്ദേഹം വീട്ടിലൊക്കെ കൂട്ടിക്കൊണ്ടുപോയി കഞ്ഞിയൊക്കെ വെച്ച് തന്നു.
കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ നാട്ടിൽ പോയതായിരുന്നു. അപ്പോൾ കഞ്ഞി മാത്രം ഉണ്ടാക്കാൻ വകുപ്പുള്ളൂ. അപ്പോൾ കഞ്ഞിയൊക്കെ ഞങ്ങൾക്ക് കഞ്ഞി കിട്ടിയാൽ തന്നെ വലിയ സന്തോഷം, കാരണം കൈയൊക്കെ കാശില്ലല്ലോ. കഞ്ഞിയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം സൗന്ദര്യലഹരിയെക്കുറിച്ച് എന്തോ ഒരു കാരണം കൊണ്ട് സൗന്ദര്യലഹരിയെക്കുറിച്ച് പറയാൻ കാരണമായി. അപ്പോൾ അദ്ദേഹം ഒരു ശ്ലോകം എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഈ ശ്ലോകം പ്രശസ്തി ഉണ്ടാക്കി തരും എന്ന് പറയുന്ന ശ്ലോകമാണ്. ഞാൻ ഈ ശ്ലോകം വെറുതെ ഒരു 3 ആവർത്തി വായിക്കുകയായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞാണ്. ഉടനെ തന്നെ എനിക്കൊരു കോൾ വന്നു. ഉടനെ തന്നെ വി സിയുടെ മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. വി സിയുടെ മുറിയിലേക്ക് ചെന്നു. അപ്പോൾ അന്ന് നമാമി ഗംഗെ ഈ നരേന്ദ്രമോദി വാരണാസിയുടെ ആ, വാരണാസിയിൽ നിന്നാണല്ലോ അദ്ദേഹം ഇലക്റ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ വാരണാസിയുടെ സാമാജികനാണ് അദ്ദേഹം. വാരണാസിയും ജപ്പാനിലെ ക്യോട്ടോയും ബന്ധിപ്പിച്ചൊരു ട്വിൻ സിറ്റി ഡെവലപ്മെൻറ്റ് പ്ലാൻ ഇപ്പോഴും ഉണ്ടത്, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടും അതിപുരാതനങ്ങളായിട്ടുള്ള പട്ടണങ്ങൾ, 5000 വർഷം പഴക്കം പറയാവുന്ന പട്ടണങ്ങൾ, ഇതിന് രണ്ടിനും ചേർത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കാശിയിൽ മുഴുവൻ ചിത്രങ്ങൾ വരയ്ക്കണം, താന്ത്രിക് പെയിൻറ്റിങ്സ് ചെയ്യണം, അതിനൊരാളെ വേണമെന്ന് പറഞ്ഞിട്ട് ആ നിമിഷം ഇദ്ദേഹത്തിൻ്റെ പേര് വരികയും ഇദ്ദേഹത്തെ വിളിക്കുകയും ഇദ്ദേഹത്തിൻ്റെ വാർത്ത പിറ്റേ ദിവസം മുതൽ പത്രങ്ങളിലൊക്കെ വരികയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറയാണ്, പ്രശസ്തി ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു ശ്ലോകമാണ്. ഞാനത് 3 പ്രാവശ്യം വായിച്ചുള്ളൂ. ഞാൻ ചൊല്ലി ഉപാസന പോലും ചെയ്തില്ല, പക്ഷെ ഞാൻ 3 പ്രാവശ്യം വായിച്ചു ആത്മാർത്ഥമായിട്ട്. പിറ്റേന്ന് എൻ്റെ ഫോട്ടോ ആണ് പത്രങ്ങളിലൊക്കെ, ഞാനാണ് ഈ ചിത്രം വരയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം പറയാം, അപ്പോൾ എത്ര ശക്തി ഉള്ളതായിരിക്കും അത് ഉപാസിച്ചു കഴിഞ്ഞാൽ എന്ന്. എത്രയോ പേര്, ധാരാളം പേര് സൗന്ദര്യലഹരി ഉപാസനയുടെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അത് ശിവത്വത്തെ സ്വാഭാവികമായും നൽകുന്ന ഒന്നാണ്. നമ്മൾ സൗകാരത്തിൻ്റെ വ്യാഖ്യാനത്തിലാണ് തുടങ്ങിയത്. ആ വാക്കിൽ ലഹരി എന്നൊരു വാക്കുണ്ട് അവസാനം. ലഹരി വളരെ മോശമായിട്ട് ഉപയോഗിക്കപ്പെടുന്നൊരു വാക്കാണ്. എന്താണ് യഥാർത്ഥത്തിലുള്ള ലഹരി? യഥാർത്ഥത്തിലുള്ള ലഹരി കുണ്ഡലിനിയായിരിക്കുന്ന ആ കുലസർപ്പം താഴെ നിന്ന് മുകളിലേക്ക് ഉയർന്നു പോയി ആ തൻ്റെ പതിയുമായി അങ്ങനെ ഒരു ശ്ലോകം സൗന്ദര്യലഹരി ഉണ്ട്. ആ സമയത്ത് നമ്മൾ കുണ്ഡലിനെ കുറിച്ച് വ്യാഖ്യാനിക്കാം. മുകളിലെത്തുന്ന സമയത്ത് താഴേക്ക് ഒഴുകുന്ന സുധയുടെ അമൃതത്വത്തിൻ്റെ അനുഭവത്തെ അനുഭവിക്കുന്ന ലഹരി. ഇനി ആ വാക്കും നോക്കി നോക്ക്, ല ഹ രി. ലകാരം മൂലാധാരത്തിൻ്റെ ബീജമന്ത്രമാണ്. ബാക്കിയുള്ള 2 അക്ഷരം നോക്കിയാൽ മനസ്സിലാവും, ഹ ര ഇ. ഒരു അനുസ്വാരം കൂടി ചേർത്ത ഹരഈം എന്നാവും, അഥവാ അത് ഹ്രീം എന്നാവും. ല ഹ്രീം എന്നാവും. ഹ്രീങ്കാരം കുണ്ടലിനിയുടെ അഥവാ മായാപ്രണവം എന്ന് വിളിക്കപ്പെടുന്ന ശക്തിയുടെ ബീജമന്ത്രം. സൗന്ദര്യലഹരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബീജമന്ത്രമായി പല സ്ഥലത്തും നമുക്ക് കാണാവുന്നത് ഹ്രീങ്കാരത്തെയാണ്. ആ ഹ്രീങ്കാരം ശക്തിയുടെ ബീജമന്ത്രമാണ്. അപ്പോൾ ലായിലിരിക്കുന്ന ഹ്രീങ്കാരമായിരിക്കുന്ന കുണ്ഡലിനി മുകളിലേക്ക് ഉയർന്ന് തൻ്റെ പരമമായ പരാഭാവത്തെ, സൗകാരത്തെ പുൽകുന്നതിൻ്റെ അനുഭവത്തെ 100 ശ്ലോകങ്ങളിലൂടെ വർണ്ണിച്ചിരിക്കുന്നു സൗന്ദര്യ ലഹരി. വാക്കിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ കുറേ കാര്യങ്ങളാണ് വല്യച്ഛൻ്റെ ഗുരുനാഥൻ കുനുകുനാ അക്ഷരത്തിൽ ആ ബുക്കിൻ്റെ ചട്ടയിൽ എഴുതി വെച്ചിരുന്നത്. അത് അന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള വിവരം ഉണ്ടായില്ല. പിന്നീട് വായിച്ചപ്പോഴാണ് മനസ്സിലായത്, ആ ചെറിയ അക്ഷരങ്ങളുടെ കൂട്ടത്തിൻ്റെ ഇടയിൽ ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ എഴുതി വെക്കണമെങ്കിൽ എന്തായിരിക്കും അദ്ദേഹം ആ വിഷയത്തിലുള്ള ആഴം. അത്ഭുതകരമായിട്ടുള്ള ആഴം അദ്ദേഹത്തിന് ആ വിഷയത്തിൽ ഉണ്ട്. എവിടെയാണോ നമ്മുടെ മനസ്സ് നിന്നു പോകുന്നത്, അത് പരമമായ സൗന്ദര്യത്തിൻ്റെ മുമ്പിലാണ്. ഒഴിവിൽ മനസ്സൊടുങ്ങുന്നതാണ് പരമമായ ആനന്ദമെങ്കിൽ ആ ആനന്ദാവസ്ഥ അനുഭവിക്കുന്നത് സൗ എന്ന് പറയുന്ന പരാവസ്ഥയെ ഒരു മനുഷ്യൻ അനുഭവിക്കുമ്പോഴാണ്. അതാണ് സൗന്ദര്യ ലഹരി എന്ന് പറയുന്നത്. ആ അനുഭവം ഭാരതത്തിൽ മൗനമായിട്ടാണ് എന്ന് പറഞ്ഞു. ആ മൗനമായിരിക്കുന്ന അനുഭവം തന്നെയാണ് ദക്ഷിണാമൂർത്തി സ്വരൂപമായിരിക്കുന്ന ആ ഭഗവാനിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയ എന്ന് ഭാരതം അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ചിത്രം വടതരോർമൂലേ, ചിത്രം ഒരു വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ്. വൃദ്ധന്മാരായിട്ടുള്ള ശിഷ്യന്മാർ ആര്? സനകാദികൾ നിത്യ യൗവനക്കാരാ. അപ്പം എന്തുകൊണ്ടാണ് വൃദ്ധ ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ജ്ഞാനവൃദ്ധന്മാരായിട്ടുള്ള ശിഷ്യന്മാർ എന്നർത്ഥം.
വൃദ്ധാ ശിഷ്യ ഗുരോർ യുവ. ഗുരു യുവാവാണ്. ഗുരുസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യസ്തു ചിഹ്ന സംശയ. ഗുരുവിന്റെ മൗനം വ്യാഖ്യാനമാകണമെങ്കിൽ ശിഷ്യന്റെ ചോദ്യവും അവിടെ മൗനാണ്. അതുകൊണ്ട് ഹൈറ്റ് ഓഫ് ദ നോളജ് ഇസ് സൈലൻസ്. അറിവിന്റെ പരമകാഷ്ഠ മൗനാവസ്ഥയാണ്, മഹാമൗനം. ആ അറിവ് എല്ലാ ഉത്തരങ്ങളുടെയും ഉത്തരമാണ്. എല്ലാ ഉത്തരങ്ങളുടെയും ഉത്തരമാണ്. സർവ ഉത്തരങ്ങളുടെ ഉത്തരമാണ് ആ അറിവ്. ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അവിടെ, പല ഉത്തരങ്ങളില്ല. നമ്മുടെ പ്രശ്നം എന്താണ്? പല ഉത്തരങ്ങളുള്ളതാണ്. മനസ്സുണ്ടാക്കുന്ന പ്രശ്നം എന്താണ്? ഒരു ചോദ്യം ചോദിച്ചാൽ 100 ഉത്തരം പറയും. അതുകൊണ്ടാണല്ലോ നമ്മൾ ആൾക്കാരുടെ അടുത്ത് പോയി ചോദിക്കുന്നത്, അല്ല ഏതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം? അത് നമുക്കറിയാലോ ഏതാ കാര്യം എന്ന്. അത് നമുക്കറിയില്ല. എന്താ അറിയാത്തത്? നമുക്ക് ഒരു കാര്യത്തിന് മിനിമം 2 ഉത്തരം ഉണ്ടാവും. മിനിമം, ഏറ്റവും മിനിമമാണ് രണ്ട് ഉത്തരം. വേണമെന്നും വേണ്ടാന്നും ഉത്തരം ഉണ്ടാവും. പിന്നെ വേണ്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വലിയ സ്പെക്ട്രം ഓഫ് സാധ്യതകൾ തുറന്നു വരും. എന്തിനൊരു ഷർട്ട് എടുത്തിടണമെങ്കിൽ, ഒരു ഷർട്ട് എടുക്കുമ്പോൾ, ഒരു പരിപാടിക്ക് പോകുമ്പോൾ, വെറുതെ ഒരു ഷർട്ട് എടുത്ത് നിന്നാലേ, വീട്ടിൽ നിന്ന് ഇടുന്ന ഷർട്ടിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരു പരിപാടിക്ക് പോകണം, ഒരു ഷർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വാർഡ്രോബ് തുറന്നു കഴിഞ്ഞാൽ വെള്ള ഇടണോ, നീല ഇടണോ, ചുവപ്പിടണോ, പച്ച ഇടണോ, കറുപ്പിടണോ, ഇതൊക്കെ സാധ്യതകൾ ഉണ്ടെങ്കിൽ. ചില ആൾക്കാരുണ്ട് ഒരു കറുപ്പ് ഷർട്ട് മാത്രം ഉപയോഗിക്കുള്ളൂ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഇവിടെ ഉണ്ട്, കേൾക്കണ്ട, നല്ല പറയാം. അയാൾ കറുപ്പ് മാത്രമേ ഉപയോഗിക്കും. ഞാൻ വെച്ചാൽ എന്താ കറുപ്പ് മാത്രം ഇടുന്നത്? അപ്പം ടെൻഷൻ ഇല്ലല്ലോ രാവിലെ ആകുമ്പോൾ. ഞാൻ വെച്ചാൽ അതെന്താ, ഏത് ഷർട്ട് എടുക്കണം ടെൻഷൻ ഇല്ല, കറുപ്പ് മാത്രം എടുത്താൽ മതി. നോക്കൂ എന്തൊക്കെ രീതിയിലാണ് ആൾ ഇങ്ങനെ, അങ്ങനെ ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ടാവും. എന്തൊക്കെ രീതിയിലാണ് ആളുകൾ ഓരോ പ്രശ്നത്തെ പരിഹരിക്കുന്നത്. ചില ആൾക്കാർ വെള്ള ഷർട്ട് മാത്രമേ ഉപയോഗിക്കുള്ളൂ. എന്താ കാര്യം? വെള്ളയാണ്, വേറെ ഒന്നും ആലോചിക്കാനില്ലല്ലോ. അപ്പൊ അതൊരു പ്രശ്നത്തെ പരിഹരിക്കാൻ നോക്കുകയാണ്. എന്താ പ്രശ്നം? ഈ ചിന്തകളുടെ ബാഹുല്യം. ഇതിനെ പരിഹരിക്കാൻ നോക്കുക. എനിക്ക് ആ പ്രശ്നമുണ്ട്. എനിക്ക് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ ടെൻഷനാവും. എനിക്ക് സദ്യ ഭയങ്കര ടെൻഷനാണ്. എല്ലാ വസ്തുക്കളും കഴിക്കണ്ടേ എന്നുള്ള ടെൻഷൻ വരും. സത്യത്തിൽ ഒരു ചോറും ഒരു കറിയാണെങ്കിൽ സന്തോഷമാണ്, അത് കഴിച്ചാൽ മതി. കൂടിയാൽ എന്തെങ്കിലും ഒരു ഉപ്പേരിയോ അച്ചാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, സന്തോഷം. പലവിധ ഡിഷസ് വരുന്ന സമയത്ത് ടെൻഷനായി, അത് കൊടുക്കണോ, ഇത് കഴിക്കണോ, ഒന്നിനും ടേസ്റ്റ് അനുഭവിക്കാൻ പറ്റും. അത് ഓരോരുത്തരുടെ മാനസിക പ്രശ്നമാണ്. അപ്പം ഇത്രയും, അപ്പം സദ്യ എനിക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമല്ല. ഇപ്പം നാളെ ആരോട് പറഞ്ഞു വള്ളസദ്യ കഴിക്കാൻ പോകാം, ഞാനൊരു സദ്യക്കുമില്ല ദയവായിട്ട്. അവിടെ പോയിട്ട് എനിക്ക് കഷ്ടപ്പെടണ്ടല്ലോ. ഇതിൻ്റെ മുമ്പിൽ നിന്നിട്ട് നോക്കൂ, എല്ലാവർക്കും ഉണ്ടല്ലേ എങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ. അതിൻ്റെ കാര്യം എന്താ? മനസ്സുണ്ടാക്കുന്ന പ്രശ്നമാണ്. മനസ്സ് പറയാണ് അത് ശരി, ഇത് ശരി, മറ്റേ ശരി, അത് തെറ്റ്, ഇത് തെറ്റ്, അത് കൂടിയ തെറ്റ്, ഇത് കുറഞ്ഞ തെറ്റ്. എല്ലാ കാര്യത്തിനും പല 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 ഉത്തരങ്ങൾ തരാം. ചോദ്യോത്തരങ്ങളുടെ നിരന്തര പ്രവാഹം. ഇതാണ് മനുഷ്യൻ്റെ അലട്ടൽ മുഴുവൻ. എല്ലാ പ്രശ്നങ്ങളുടെയും കാര്യം ഒരു ചോദ്യത്തിന് ഒരു ഉത്തരമില്ലാത്ത. അപ്പോൾ അതിന് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു പോംവഴിയുടെ പേരാണ് ഗുരു. ഗുരുവിൻ്റെ അടുത്ത് പോയി ചോദിക്കും, എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ എന്താ ചെയ്യണം. അപ്പം അയാൾ പറഞ്ഞാൽ അത് കേട്ടാൽ മതിയല്ലോ. അവനവൻ ആലോചിക്കാൻ പോയാൽ ഈ ബുദ്ധിമുട്ട് മുഴുവൻ അനുഭവിക്കണം. ഇപ്പം ഈ ChatGPT ഒക്കെ വിജയിക്കാനുള്ള കാരണം അതാണല്ലോ. ChatGPT വിജയിക്കില്ല. ChatGPT പല ഉത്തരങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ. ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം പറയുന്ന ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും സന്തുഷ്ടവാനായ മനുഷ്യനായിരിക്കും. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്ന ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും സന്തുഷ്ടവാനായ ആളായിരിക്കും. എന്താ കാരണം? നമുക്ക് ഈ ഉത്തരങ്ങളുടെ ബാഹുല്യം കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരാൾ ഒരു ഉത്തരം പറഞ്ഞാൽ രക്ഷപ്പെട്ടു, അയാളെ കൈ പിടിച്ചങ്ങ് പോവുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ചിന്താപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ ഒഴുക്ക് എവിടെയെങ്കിലും ഒന്ന് നിലച്ചല്ലേ പറ്റൂ. അത് ഗുരുവിൻ്റെ സവിധത്തിലാണ് നിലയ്ക്കുന്നത്. എന്നതുകൊണ്ട് ഭാരതം ഗുരുസവിധം മഹാമൗനത്തിൻ്റെ സ്ഥലമായി കണക്കാക്കും. അതുകൊണ്ട് ഗുരുപാതുകാമുദ്ര ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ആവർത്തിക്കുകയാണ്. എത്ര ആവർത്തിച്ചാലും അതിൻ്റെ മഹത്വം കൂടുക. മനസ്സിൻ്റെ പ്രതീകമാണ് മൃഗം. മൃഗം മാനാണ്. മാൻ്റെ കണ്ണുകൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും, മനസ്സ് പോലെ. മാൻ എപ്പോഴും ഇങ്ങനെ 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 ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാൻ ഇങ്ങനെ ഓടി 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 വന്ന് അടുത്ത മാനോട് ഇങ്ങനെ കൊമ്പ് കോർത്താൽ രണ്ടിനും ചലിക്കാൻ പറ്റാതെ ലോക്ക്ഡ്, ഹോൺ ലോക്ക്ഡ് പൊസിഷൻ. അപ്പം മൃഗമുദ്രയാകുന്ന മൃഗമുദ്ര, രണ്ട് മൃഗമുദ്ര കൂടിയാൽ അത് ഗുരുപാതുക. അതായത് മാൻ കൊമ്പടക്കി, മനസ്സ് കൊമ്പടക്കി നിന്നു. ആ മഹാമൗനത്തെ തലയിൽ താന്ത്രികൻ പ്രതിഷ്ഠിക്കുന്നു ഗുരുപാതുക മുദ്ര.
വന്ദേ ഗുരുപതദ്വന്ദ്വം അവാങ്മനസഗോചര രക്തശുക്ലപ്രഭാമിശ്രം അതർക്യം ത്രൈപുരം മഹ. ഗുരുവിൻ്റെ പദദ്വയങ്ങളെ ഞാൻ വന്ദിക്കുന്നു. അത് ഗുരുപദദ്വന്ദ്വമാണ്. അവാങ് മനസ്സഗോചര, മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട്, ഗോചര ഇന്ദ്രിയങ്ങളൊക്കെ കൊണ്ട്. രക്തശുക്ലപ്രഭാമിശ്രം, അത് രക്തശുക്ലപ്രഭാമിശ്രാണ്. രക്തവും ശുക്ലവും ചേർന്നിരിക്കുകയാണ്. രക്തം ശക്തിയുടെ രക്തം, ശുക്ലം ശിവന്റെ വെളുപ്പ്. ശിവന്റെ വെളുപ്പും ശക്തിയുടെ ചുകപ്പും ചേർന്നിരിക്കുന്ന അർദ്ധനാരീശ്വരമായിരിക്കുന്ന ആ കാലുകളെ, ആ കാലിണകളെ ഞാൻ പ്രണമിക്കുന്നു. അതർക്യം ത്രൈപുരം മഹ, ത്രിപുരങ്ങളിലും വെച്ച് ഏറ്റവും മഹത്തായത് അത് മാത്രം. ഏത്? ശിവശക്തികളുടെ കാലിണകൾ. ശിവശക്തികളുടെ കാലിണകൾ ആണ് ഗുരു. ആ ഗുരുവിൻ്റെ കാല്, ഒരു കാല് ചുവപ്പും ഒരു കാല് വെളുപ്പുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ദണ്ഡ നമസ്കാരം ചെയ്യുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ദണ്ഡ നമസ്കാരം ചെയ്യുന്നത്. വലത്ത് കൈകൊണ്ട് വലത്ത് കാലും, ഇടത്ത് കൈകൊണ്ട് ഇടത്ത് കാലും. അപ്പോൾ നമ്മുടെ കാലും ഇങ്ങനെ ക്രോസ് ചെയ്ത് വെക്കും. ദണ്ഡ നമസ്കാരം ഗുരുവിൻ്റെ കാല് അഭിവാദനം ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് തൊടുക. അഭിവാദനം അല്ലേ? എന്നാ നാമോഹം രാമാനന്ദ നാമോഹമസ്മി അഭിവാദേ, ഇങ്ങനെ തൊടും. ഇങ്ങനെ തൊടുക. വലത്ത് കൈകൊണ്ട് വലത്ത് കാലും, ഇടത്ത് കൈകൊണ്ട് ഇടത്ത് കാലും. വലത്ത് കൈകൊണ്ട് ശിവനും, ഇടത്ത് കൈകൊണ്ട് ശക്തിയും. അവിടെ എന്തായി? ഒരു സാധനം ഇങ്ങനെ പോവുക, ഇങ്ങനെ ആയ ക്രോസായി, ലോക്കായി. ചിന്ത എങ്ങനെയുള്ള ഒഴുക്ക് നിന്നിട്ട് ചിന്ത എങ്ങനെയായി വിലങ്ങി. ചിന്തയ്ക്ക് ആമം വെച്ചു എന്ന് വെച്ചാൽ മനസ്സിന് ആമം വെച്ചു. പ്രാണനാമം വെക്കുന്നതാണ് പ്രാണായാമം. പ്രാണനാമം വെക്കുമ്പോൾ പ്രാണായാമം സംഭവിക്കുന്നുവെങ്കിൽ ചിന്തയ്ക്ക് അത് ആമം വെക്കലായി മാറുന്നു. അവിടെ ഇടയും പിങ്കലയും പരസ്പരം ക്രോസ് ചെയ്യുന്നു. അവിടെ പ്രാണനും അപാനും പരസ്പരം ക്രോസ് ചെയ്യുന്നു. അങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരൊറ്റ തത്വമുള്ളൂ, അത് മഹാബിന്ദുവാണ്, അത് ശക്തിയാണ്. അതുകൊണ്ട് താന്ത്രികൻ ആ കാഴ്ചയെ കാണുന്ന സമയത്ത്, താന്ത്രികൻ നോക്കുന്ന സമയത്ത് ചുകപ്പ് വെളുപ്പിനെ അപേക്ഷിച്ച് തീവ്രത കൂടിയ ഒന്നാണ് അല്ലേ? ചുകപ്പ് വെളുപ്പിനെ അപേക്ഷിച്ച് തീവ്രത കൂടിയ ഒന്നാണ്. കാരണം പ്രകടനാത്മകമാണത്. ശക്തി പ്രകടനാത്മകമാണ്, പ്രകടനപരയാണ്. എല്ലാവിധ പ്രകടനങ്ങളും ശക്തിയാണ്. എവറി പെർഫോമൻസ് ഇസ് ശക്തി. എല്ലാ പെർഫോമൻസും ശക്തിയാണ്. പാട്ടുകാരൻ്റെ പാട്ട് പാടാനുള്ള ശക്തിയാണ്. ചിത്രകാരൻ്റെ ചിത്രം വരയ്ക്കാനുള്ള ശക്തിയാണ്. ഇതെല്ലാം ശക്തിയാണ്. നർത്തകന് നൃത്തം ചെയ്യാനുള്ള ശക്തിയാണ്. ഇതെല്ലാം ശക്തിയാണ്. അപ്പോൾ ഒന്ന് ശക്തി സ്വാഭാവികമായിട്ടും പ്രകടനപരയാണ്, പരിണാമത്വരയോട് കൂടിയതാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രഭാവം കൂടിക്കും. ആ പ്രഭാവം കൂടി നിൽക്കുന്നതുകൊണ്ട് അത് വെളുപ്പിലേക്കും കൂടി വ്യാപിക്കും. അത് വെളുപ്പിലേക്കും കൂടി വ്യാപിക്കുന്ന സമയത്ത് വെള്ളയും ചുവപ്പും കൂടി ചേർന്ന് ഒരു പിങ്ക് പോലത്തെ നിറാവും. ആ നിറത്തെ ലൗഹിത്യം എന്ന് പറയുന്നു. ലോഹിതവർണം എന്ന് വെച്ചാൽ സാധകൻ നോക്കുന്ന സമയത്ത് ശക്തിയുടെ ചുവപ്പ് കൂടെ ശിവന്റെ വെളുപ്പിലേക്ക് കടന്നിട്ട് ശിവന്റെ വെളുപ്പിനെ കൂടെ അപഹരിച്ചിരിക്കുന്നു. ശക്തിയെ മാത്രമേ കാണാനുള്ളൂ. ആലോചിച്ച് നോക്കുക, എന്തൊരു ഇതാലേ. പകുതി ഭാഗം അർദ്ധാംഗിനിക്ക് തൻ്റെ മെയ് പകുതി പകുത്തു കൊടുത്തു ഭഗവാൻ. അത് പോരാന്ന്. അപ്പൊ ശാക്തേന്റെ ദൃഷ്ടിയിൽ ബാക്കി ഭാഗം കൂടി അപഹരിക്കുന്നുണ്ട്. ശാക്തേൻ കാണുമ്പോൾ ശക്തി മാത്രമേ ഉള്ളൂ. എന്താ കാരണം? ശിവൻ അയാളാണ്. ശിവൻ അയാളാണ്. ആരാ ശാക്തേയൻ? ദേവിയുടെ ഉപാസകനാണ്. പരാഭട്ടാരകൻ, പരമഭട്ടാരികയെ ഉപാസിക്കുന്നവനാണ് പരമഭട്ടാരകൻ. പരാഭട്ടാരികയെ ഉപാസിക്കുന്നവനാണ് പരാഭട്ടാരകൻ. ആ ഭട്ടാരകനാണ് നമ്മുടെ നാട്ടിൽ പിടാരനാവുന്നത്. ആ ഭട്ടാരകൻ, പരമഭട്ടാരികയെ ഉപാസിക്കുന്നവൻ പരമഭട്ടാരകനാണെങ്കിൽ പരമഭട്ടാരകൻ ആരാണ്? ശിവഭട്ടാരകനാണ്. അവൻ ശിവൻ തന്നെയാണ് എന്ന് ചുരുക്കം. അപ്പോൾ അവൻ കാണുന്ന സമയത്ത് ശക്തി മാത്രമേ അപ്പുറത്തുള്ളൂ. അതാണ് ശാക്ത ജീവിത വീക്ഷണം. അതുകൊണ്ട് സൗന്ദര്യലഹരിയിലെ ആദ്യത്തെ ശ്ലോകം നമുക്കിപ്പോൾ കേൾക്കാം. നിത്യ.
नमस्ते राम जी। ആ ലൗഹിത്യ നിർജിത ജപ. हाँ। लौहित्य निर्जित जपा कुसुमानुरागा पाशाङ्कुशे धनुरिषूनपि धारयन्ति ताम्रायता अरुणमाल्यविशेषभूषा ताम्बूलपूरितमुखी त्रिपुरां नमामि. ചുകപ്പിന്റെ അതിപ്രസരാണ് ശ്ലോകത്തിൽ. ചുകപ്പ് മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത്. ലൗഹിത്യ നിർജിത ജപാകുസുമ, ജപാകുസുമം ചെമ്പരത്തിയ. ലൗഹിത്യ നിർജിത ജപാകുസുമാനുരാഗാം. ദേവി അല്ല എന്നെ ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജപാകുസുമങ്ങളാണ് ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്നൊക്കെ പറയാം. ജപാകുസുമാനുരാഗാം. പിന്നെന്താ? ലൗഹിത്യ നിർജിത ജപാകുസുമാനുരാഗാം പാശാങ്കുശൈ ധനുരിഷൂനപി ധാരയന്തി. പാശം, അങ്കുശം, ധനു, ഇഷു. എന്താ ഇഷു? കരിമ്പ് തണ്ട്, കരിമ്പ് വില്ല്. ഇതൊക്കെ ധരിച്ചിരിക്കുന്നു. പാശം, അങ്കുശം, ധനുരിഷു ഒക്കെ, ധനുരിഷു അപ്പി ധാരയന്തി, ഇതെല്ലാം ധരിച്ചിരിക്കുന്നു. പിന്നെയോ? പിന്നെ പറയുന്നത് എന്താണ്? താമ്രായ താം അരുണമാല്യ വിശേഷ ഭൂഷണം. താമ്രവർണം. താമ്രവർണം ചെമ്പിന്റെ വർണ്ണം. ചെമ്പ് ചുവപ്പും വെളുപ്പും കൂടി കൂടിയൊരു നിറ. ചുവപ്പും വെളുപ്പും കൂടി കൂടുമ്പോഴാണ് ഒരു ചെമ്പിച്ച നിറം വരുന്നത്. ആ ചെമ്പ് നിറം അരുണമാല്യ വിശേഷഭൂഷാം. ആ ചുവപ്പ്, ആ മാല്യവിശേഷഭൂഷ, അതാണ് മാല്യമായി ധരിച്ചിരിക്കുന്നത്. താമ്പൂലപൂരിതമുഖി. വായൽ ചവയ്ക്കുന്നതോ ചുവന്ന, മുറുക്കാൻ ചുവപ്പാണ് അല്ലേ? താമ്പൂലപൂരിതമുഖി, ചവച്ചു കഴിഞ്ഞാൽ ചുവപ്പ. താമ്പൂലപൂരിതമുഖീം ത്രിപുരാം നമാമി. സാധകൻ ചുവപ്പ് മാത്രമേ കാണുന്നുള്ളൂ. ശിവന്റെ വെളുപ്പ് കൂടെ അപഹരിച്ചുകൊണ്ട് ആ ചുവപ്പിനെ മാത്രം നോക്കി നിൽക്കുകയാണ്. ആ ചുവപ്പാണ് ശക്തിയുടെ മഹാപ്രവാഹം. ആ ചുവപ്പാണ് രക്തം. ആ ചുവപ്പാണ് ജീവന്റെ മഹാപ്രവാഹം. ആ ജീവന്റെ മഹാപ്രവാഹത്തെ, ആ ശക്തിയുടെ പ്രവാഹത്തെ കണ്ട് ആ ത്രിപുരയെ നമസ്കരിച്ചുകൊണ്ടാണ് സൗന്ദര്യലഹരി ആരംഭിക്കുന്നത്. അപ്പം എല്ലാവരും കയ്യിലുള്ള പുസ്തകത്തിൽ ഇന്ന് ലൗഹിത്യ നിർജിത ജപാകുസുമാനുരാഗാം എന്ന ധ്യാനം എഴുതണം. സൗന്ദര്യലഹരിക്കൊരു ഋഷി ദേവതാ ഛന്ദസ്സൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങുന്ന സമയത്ത് പറയാം. ശിവശക്തിയായുക്തോ എന്ന് പറയുന്ന ആദ്യത്തെ ശ്ലോകം സംസാരിക്കുന്ന സമയത്ത് നമുക്കത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ശക്തി, ഋഷി, ദേവത, ഛന്ദസ്, കീലകം, ബീജം തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. നമഃശിവായ.